പ്രകൃതി സ്വയം സൃഷ്ടിക്കുന്നതായി വർണ്ണഭേദങ്ങൾ ഇല്ലാതെയായി എന്നുണ്ടെങ്കിൽ, ഇനി ഈ നാരദ മഹർഷി പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെല്ലാവരും അറിയേണ്ടതൊന്നുണ്ട്. യാവത് ഭ്രിയതേ ജഠരം താവത് സ്വത്വം ഹി ദേഹിനാം അധികം യോഭിമന്യേത സസ്തേനോ ദണ്ഡമർഹതി. ആദ്യം ഞാനൊന്ന് പറഞ്ഞു, ആർക്കാർക്കെല്ലാം എന്തെല്ലാം ഗുണകർമ്മങ്ങളാണോ കാണുന്നത് അവരെ ആ വർണ്ണത്തിൽ കണക്കാക്കണം എന്ന് പറഞ്ഞു. വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അത്. അതുകൊണ്ട് ജന്മന ഒരാൾ ബ്രാഹ്മണനല്ല, ബ്രഹ്മസ്വഭാവമുണ്ടെങ്കിൽ അയാൾക്ക് ബ്രാഹ്മണൻ്റെ സ്ഥാനം കൊടുത്ത് പരിഗണിക്കണം എന്നാണ് ഇതിനർത്ഥം. മറിച്ചുമാവാമത്. ബ്രാഹ്മണ ശിശു ശൂദ്രസ്വഭാവം കാണിച്ചാൽ അയാളെ ശൂദ്രനായിട്ട് പരിഗണിക്കണം. അങ്ങനെ ചെയ്യാറുമുണ്ട്, സമാജത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇവിടെ എന്താ പറയുന്നത്? ഇത് ചില എക്കണോമിക് കാര്യങ്ങളാണ്. യാവത് ഭ്രിയതേ ജഠരം താവത് സ്വത്വം ഹി ദേഹിനാം. നമ്മുടെ വയറ് നിറയോളം, നമ്മുടെ ശരീരം നിലനിർത്തുവോളം മാത്രമേ നമ്മൾക്ക് സാധനങ്ങൾ ശേഖരിച്ച് വയ്ക്കാവൂ എന്ന്. ആവശ്യത്തിനോളെ നമ്മൾ എന്ത് കരുതാൻ പാടുള്ളൂ എന്ന്. അത് വിട്ട് എന്ത് ചെയ്താലും അത് സമ്മതമല്ല എന്നാണ് പറയുന്നത്. യാവത് ഭ്രിയതേ ജഠരം താവത് സ്വത്വം ഹി ദേഹിനാം അധികം യോ അഭിമന്യേത. നമുക്ക് ആവശ്യത്തിൽ കവിഞ്ഞ് എന്തെങ്കിലും ഒരു സാധനം ഹോൾഡ് ചെയ്തു ശേഖരിച്ചു അങ്ങോട്ട് കൂട്ടി എന്നുണ്ടെങ്കിൽ ആ ആളെ സ്തേനോ ദണ്ഡമർഹതി, തസ്കരൻ, കള്ളനായിട്ട് പരിഗണിക്കണം. ആ അധികമുണ്ടായത് എവിടുന്നാണ് വന്നത്? സമാജത്തിന് കഴിക്കേണ്ടതാണ്. അപ്പോൾ സമാജത്തിന് എല്ലാവർക്കും കിട്ടേണ്ടതായ സ്വത്ത് അല്ലെങ്കിൽ സാമഗ്രി, തൻ്റെ കയ്യിൽ പണമുണ്ട് അല്ലെങ്കിൽ കയ്യൂക്കുണ്ട് എന്ന് പറഞ്ഞ് അത് സംഭരിച്ച് സൂക്ഷിക്കുന്നവൻ മറ്റുള്ളവർക്ക് കഴിക്കാനുള്ളത് തട്ടിയെടുക്കുകയാണ്. അപ്പോൾ ആ തട്ടിയെടുക്കണു എന്നുള്ള പേരിൽ ആ മനുഷ്യനെ കള്ളനായി, കട്ടുകൊണ്ടു പോകുന്നവനായി കണക്കാക്കി ദണ്ഡമർഹതി, ശിക്ഷിക്കണം എന്നാണ് പറയണത്. അപ്പോൾ തനിക്ക് വേണ്ടതേ വയ്ക്കാവൂ, ആവശ്യത്തിലേറെ കരുതരുത്. ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ വെറുതെ പണമായിട്ട് ഒരു ദിവസം പോലും നിങ്ങളുടെ വീട്ടിൽ വയ്ക്കരുതെന്ന്. ആവശ്യത്തിലധികം ഉണ്ടെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ പലരും ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണല്ലോ അവർ പലർക്കും കടം കൊടുക്കുന്നത്. ആ കടം കൊടുക്കുന്നത് കൊണ്ട് എത്രയോ ആൾക്കാർ എന്തെല്ലാമോ വ്യവസായവും കച്ചവടവുമായി നടത്തുന്നുണ്ട്. അങ്ങനെ സമാജത്തിന് വേണ്ടിയുള്ള ഒരു പൊതു ഉപയോഗത്തിനുള്ള ഒരു പൂളാക്കി തീർക്കണം. കയ്യിൽ പണം വെച്ചുകൊണ്ടിരിക്കരുത്. പണം ഈസ് ഓൾവേസ് മെൻ ഫോർ സർക്കുലേഷൻ. അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ കള്ളനെ പോലെ കണക്കാക്കി ശിക്ഷിക്കണമെന്നാണ്. എല്ലാ ധനവും വാസ്തവത്തിൽ സമാജത്തിൻ്റേതാണ്. ഞാനത് എപ്പോഴും പറയും, ഇനിയും പറയും. സമാജത്തിൻ്റേതാണ് ഇവിടെ ഉള്ളത് മുഴുവനും. ഇത് ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് ഇത് അപ്ലിക്കബിൾ ആക്കുക എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഇതാണ് ശാസ്ത്രം പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ ഗുരുവായൂരിലും മറ്റ് ദേവസ്വങ്ങളിലും കൊച്ചി തിരുവിതാംകൂർ ദേവസ്വങ്ങളിൽ കുറേ സ്വർണ്ണമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ടൺ കണക്കിന് സ്വർണ്ണം ഉണ്ടെന്നാണ്. ഈ ടൺ കണക്കിന് സ്വർണം ഗുരുവായൂരിൽ എന്തിന്? നമ്മുടെ ദേവസ്വങ്ങളിൽ ഭക്തന്മാർ വഴിപാടായിട്ട് തരും. അവരൊന്നും പാവം അതിനെപ്പറ്റി പറയില്ല. ആ കിട്ടിയിട്ടുള്ള വഴിപാട് സൂക്ഷിച്ച് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യേണ്ടത് ടെമ്പിൾ മാനേജ്മെൻറ്റിൻ്റെ ചുമതലയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ദേവസ്വം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ സ്ഥലങ്ങൾക്കേ ദേവസ്വം എന്ന് പറയാറുള്ളൂ. ഒരു ദേവസ്വം മന്ത്രിയുണ്ട്, നമുക്ക് ദേവസ്വം കമ്മിറ്റിമാരും മാനേജിങ് കമ്മിറ്റിയും ഒക്കെ ഉണ്ട്. ഗവൺമെൻറ് നിശ്ചയിക്കുന്നതാണത്. അപ്പോൾ അവർ പോലും ഈ സ്വർണ്ണങ്ങൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഇത് ശരിയല്ല. ശാസ്ത്രത്തിൻ്റെ പേരിൽ, ധർമ്മത്തിൻ്റെ പേരിൽ, സനാതന ധർമ്മത്തിൻ്റെ പേരിൽ എനിക്ക് പറയാനുള്ളത്, ഭൂമാനന്ദ സ്വാമിജിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ദേവീ ദേവന്മാർക്ക് ഒരു പൊട്ടു സ്വർണം പോലും ആവശ്യമില്ല എന്നാണ്. ആവശ്യമില്ല. മനുഷ്യർ നന്നായാൽ ക്ഷേത്രങ്ങളും നന്നാവും. മനുഷ്യർക്ക് ദാരിദ്ര്യം പിടിപെട്ട ക്ഷേത്രത്തിലുള്ള വരായിയും കുറയും. അപ്പോൾ നാളേക്ക് വേണ്ടി കുറേ അധികം പണം സംഭരിച്ച് വയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല അവിടെ. അതെങ്ങനെയാണ് നടക്കുക? രാജ്യം ആകെ അങ്ങോട്ട് തകർന്നാൽ പിന്നെ നമ്മുടെ ക്ഷേത്രങ്ങളാണോ ഉയരാൻ പോകുന്നത്? മധുര മീനാക്ഷി ക്ഷേത്രം ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് എത്ര കാലം പൂട്ടിയിട്ടു എന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടെ ആ പത്മനാഭസ്വാമിയെ മൂടിക്കൊണ്ട് സ്വർണം കൊണ്ടൊരു സാധനമാണത്രത്. പടയോട്ടക്കാലത്ത് അതിൽ ഓടിച്ചെന്ന് ഒരു കറുത്തതോ എന്തോ ഒരു പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുക. അത് വാസ്തവത്തിൽ സ്വർണം കൊണ്ടുള്ള ഒരു സാധന, ഒരു പൊതിച്ചലാണ്. അപ്പോൾ ആപത്ത് വരുമ്പോൾ നമ്മൾ പലതും ആ ആപത്തിനനുസരിച്ച് ചെയ്യണം. അപ്പം നമ്മുടെ കയ്യിലുള്ള സ്വർണം മുഴുവനും വെറുതെ അവിടെ പൂഴ്ത്തി വയ്ക്കാനല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി സർക്കാരിന് അത് കടം കൊടുക്കണ പോലെ കൊടുത്ത് അവരൊരു 10-15 കൊല്ലം ഉപയോഗിച്ച് അവരെന്ത് വേണം?
പലിശയടക്കം അവർ മടക്കി തരട്ടെ. പക്ഷേ ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് സർക്കാരിന് കൊടുക്കണമെങ്കിൽ കൊടുക്കുക തന്നെ വേണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അവിടെ അത്യാവശ്യം അവിചാരിതമായ ചെലവിന് വേണ്ടിയിട്ടുള്ള പണം വച്ചാൽ എല്ലാ ഭക്തി കേന്ദ്രങ്ങളിലും, ഈ ഭക്തി എന്ന് പറയുന്നത് വലിയ ഒരു ധർമ്മശാസ്ത്രമാണ്. അപ്പോൾ ജനങ്ങൾക്ക് എത്രത്തോളം ഭക്തിയുണ്ടോ ആ ഭക്തി നമ്മുടെ രാജ്യത്തിനൊരു മുതൽക്കൂട്ടാണ്. ആ ഭക്തിധർമ്മം എന്താണെന്നാണ് വർണ്ണാശ്രമ ധർമ്മങ്ങളിലൂടെ ഇവിടെ പ്രതിപാദിച്ചത്, ഭാഗവതം പ്രതിപാദിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സംഹിത നമ്മുടെ പൗരന്മാർക്കും നമ്മുടെ സമാജത്തിനും എപ്പോഴും ഒരു മുതൽക്കൂട്ടും ശക്തി ഉണ്ടാക്കുന്നതുമല്ലേ. അധിക ചെലവ് ചെയ്യിപ്പിക്കാതെ മിതമായ ജീവിതം നയിച്ച് തൻ്റെ ജീവിതത്തെ ഭാസുരമാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ ആ ആളുടെ നേട്ടം മുഴുവനും, വ്യക്തികളുടെ നേട്ടം മുഴുവനും സമാജത്തിനൊരു മുതൽക്കൂട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭക്തിധർമ്മങ്ങൾ പഠിപ്പിക്കാനുള്ള പുസ്തകം എഴുതുക, പബ്ലിഷ് ചെയ്യുക, ഈ ധർമ്മവിഷയങ്ങളെപ്പറ്റി ചർച്ച നടത്തുക, ആൾക്കാരെ കൊണ്ടൊന്ന് പ്രസംഗിപ്പിക്കുക, എവിടെയെല്ലാം കേടുവന്ന് പൊളിഞ്ഞ ക്ഷേത്രങ്ങളുണ്ടോ ആ ക്ഷേത്രങ്ങൾ പുനർനിർമ്മാണത്തിന് വേണ്ടി ചെലവ് ചെയ്യുക. ഇങ്ങനെ ഈ വക കാര്യങ്ങൾക്കൊക്കെ ഉദാരമായി നമ്മുടെ ദേവസ്വങ്ങൾ ചുമതല ഏറ്റെടുത്ത് നടത്തണം, അല്ലെങ്കിൽ നടക്കില്ല. ഇത് ധർമ്മശാസനയാണ്, നമ്മുടെ ധർമ്മശാസ്ത്രം അനുശാസിക്കുന്നതാണിത്. നാരദ മഹർഷിയുടെ ആ ഉപദേശം ഉണ്ടല്ലോ, ധർമ്മവിവരണം, അതിൻ്റെ ഭാഗം തന്നെയാണ് പറയുന്നത്. യശ്ചിത്ത വിജയേയത്തഃ സ്യാൻ നിസ്സംഗോ അപരിഗ്രഹ ഏകോ വിവിക്ത ശരണോ ഭിക്ഷുർ ഭിക്ഷാമിതാശനഃ. എന്താ അവിടെ പറയുന്നത്? യശ്ചിത്ത വിജയേയത്തഃ സ്യാൻ നിസ്സംഗോ അപരിഗ്രഹ. ഒരു സാധു, ഒരു ഭിക്ഷു, സന്യാസവൃത്തി എടുത്തിട്ടുള്ളവൻ, ചിത്തവിജയേയത്തഃ, മനസ്സിനെ ജയിക്കാനും അലങ്കരിക്കാനും ആത്മസുഖം ഇടതടവില്ലാതെ അനുഭവിക്കാനും വേണ്ടി ജന്മസാഫല്യം കണ്ടുകൊണ്ടാണ് ഭിക്ഷുവൃത്തി സ്വീകരിക്കുന്നത്. ആ ആൾക്ക് സ്യാൻ നിസ്സംഗോ അപരിഗ്രഹ, നിസ്സംഗൻ, ഒന്നിലും അദ്ദേഹത്തിന് സംഘമില്ല. അപരിഗ്രഹ, ഒരു സാധനവും ആരെങ്കിലും കൊണ്ടുവന്ന് കൊടുത്താൽ ആ ആൾ വേണ്ടാന്നേ പറയുള്ളൂ. ഏകോ വിവിക്ത ശരണോ, ഒറ്റയ്ക്കാണ് സഞ്ചരിക്കുന്നത്, ഏകാന്തമായി വിജനപ്രദേശത്ത്, അതിനാണ് മൂപ്പർക്ക് താല്പര്യം. അങ്ങനെയുള്ള ആൾ ഭിക്ഷുർ ഭിക്ഷാമിതാശന, അങ്ങനെയുള്ള ഭിക്ഷു മിതാശന, മിതമായിട്ടേ ഊണ് കഴിക്കാവൂ. സാധനം കിട്ടുന്നുണ്ട് ഭിക്ഷയായിട്ടെന്ന് പറഞ്ഞ് കൂടുതൽ കഴിച്ച് അങ്ങനെ വയറ് വീർപ്പിച്ച് വയറ് മാത്രം വലുതായിരിക്കുന്നത് ശരിയല്ല. സാധാരണ ഭിക്ഷുക്കൾക്ക് അങ്ങനെ ഒരു ദോഷമുണ്ട്. എന്താ ദോഷം? ധാരാളം ആൾക്കാർ കാണാൻ വരും, അദ്ദേഹത്തിനൊരു തപസ്സുണ്ട്, അനുഗ്രഹം വളരെ ശരിയാണെന്നറിഞ്ഞാൽ പലരും വരും. എന്തൊക്കെയാ സാധനങ്ങൾ കൊണ്ടുവന്ന് ചൊരിയുക എന്നുള്ളതിന് കണക്കില്ല. നമ്മുടെ ഇന്ത്യയുടെ പഞ്ഞവും പാട്ടും ഒന്നും അവിടെ കാണില്ല. ചില സന്യാസിമാരും മഹാത്മാക്കളും ഉണ്ടല്ലോ, അവർക്ക് വന്നു ചേരുന്ന സാധനങ്ങളെപ്പറ്റി പറയാൻ സാധിക്കില്ല. ജനങ്ങൾക്കുള്ള തൃപ്തി പോലെയാണ്. ഇപ്പോൾ ക്ഷേത്രങ്ങൾ ചിലത് വളരെ പോപ്പുലർ ആവുന്നുണ്ട്, ഖജാനയിൽ അവിടുത്തെ ഹുണ്ടിയിൽ പണം എത്രയാണ് വന്ന് വരുന്നത്, അതേമാതിരി പലതും. ഞാൻ ഒരു സഞ്ചാരിയാണല്ലോ, പല സ്ഥലത്തും പോവാറുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വല്ലവരും ആഹാരത്തിന് ഭിക്ഷയ്ക്ക് വിളിച്ചാൽ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു തവണ എന്തോ ഇവർ ഭക്ഷണം തന്നത് എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സ്വാമിജി ഇനി ഒരു സാധനവും പുറത്തു പോയി കഴിക്കരുത്, അവനവൻ ഇരിക്കുന്ന സ്ഥലത്ത് ഒരാൾ തന്നെ പാകം ചെയ്ത് തരട്ടെ. ഈ പുറത്തു പോയാൽ ആരെങ്കിലും വിഭവങ്ങൾ വയ്ക്കാതെ ഇരിക്കുമോ? എനിക്ക് ഈ വിഭവങ്ങളുള്ള ഇലയൊക്കെ കണ്ടാൽ അപ്പോൾ വരും തലവേദന, ഇവിടെ രണ്ട് ഭാഗത്തും വേദനിക്കും. അപ്പോൾ വലിയ ബുദ്ധിമുട്ടായി പറഞ്ഞ് മനസ്സിലാക്കാൻ. പിന്നെ അവർ സമ്മതിച്ചു. ഇപ്പം ഞങ്ങൾ കൂടെ ആരെങ്കിലും പോയി ഭക്ഷണം പാകം ചെയ്ത് തരികയാണ്. സാധാരണ അവർ തരുന്നതൊക്കെ കഴിക്കണം, വിളമ്പി കഴിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കഴിക്കുമ്പോൾ എന്താവും? അങ്ങനെ അങ്ങോട്ട് കുറേ വലുതാവുക തന്നെ, വയറാണ് കൂടുതലും വലുതാവുക. അപ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം ഇരിക്കാൻ, മിതമായിട്ട് ഭക്ഷണം കഴിക്കണം. യഹ് പ്രവ്രജ്യ ഗൃഹാത് പൂർവം ത്രിവർഗാവപനാത് പുനഃ യദി സേവേത താൻ ഭിക്ഷു സമൈവാന്താശ്യപത്രപഃ. യഹ് പ്രവ്രജ്യ ഗൃഹാത് പൂർവം ത്രിവർഗാവപനാത് പുനഃ യദി സേവേത താൻ ഭിക്ഷു സവൈ വാന്താശ്യപത്രപഃ. ഇത് വളരെ തറയ്ക്കുന്ന, തുളച്ചു കയറുന്ന ഒരു പ്രസ്താവനയാണ് നാരദ മഹർഷിയുടെ ശ്രീമദ് ഭാഗവതത്തിൻ്റെ. ഭാഗവതം വെട്ടി തുറന്നാണല്ലോ സംസാരിക്കുക, അത് ആര് മൂലം എന്നുള്ളത് ഇരിക്കട്ടെ. കൃഷ്ണൻ പറഞ്ഞതിൽ ഇത് പെടില്ല. യഹ് പ്രവ്രജ്യ ഗൃഹാത് പൂർവം, ആരാണോ ആദ്യമായി ഗൃഹത്തിൽ നിന്ന് പുറത്തു കിടക്കണത്, വാനപ്രസ്ഥനായോ സന്യാസിയായോ പോണത്, അങ്ങനെ പോയി സഞ്ചരിക്കുന്ന മനുഷ്യൻ, ഈ ഗൃഹം എങ്ങനത്തതാ? ത്രിവർഗാവപനാത് ഗൃഹാത്, ത്രിവർഗം വർദ്ധിപ്പിക്കുന്നതാണ് ഈ ഗൃഹം.
ഏതാ ത്രിവർഗം? ധർമ്മം, അർത്ഥം, കാമം. അതിൽ കൂടുതലും അർത്ഥവും കാമവും മുളപ്പിക്കുന്നതാണ് ഈ ഗൃഹം. അവർ മോക്ഷത്തിനെ പറ്റി ഒരു ചിന്തയില്ല. നമ്മുടെ വിധി പോലെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ആ സ്ഥലങ്ങളിൽ പുരുഷാർത്ഥങ്ങളിൽ 3 പറയുള്ളൂ. മോക്ഷം എന്നുള്ളത് അവർ മിണ്ടുകയില്ല. അങ്ങനെയാണ് കാണുന്നത്. വാസ്തവത്തിൽ ധർമാർത്ഥ കാമങ്ങൾ തന്നെ മോക്ഷത്തിൽ കൊണ്ടെത്തിക്കേണ്ടതാണ്. അപ്പോൾ മോക്ഷം വരെ അവർ പറയില്ല. ഗൃഹം എന്ന് പറഞ്ഞാൽ ധർമാചരണം വേണം, എന്നിട്ടോ ധർമാചരണത്തിലൂടെ പണം സമ്പാദിക്കണം, സമ്പാദിച്ച പണം ഉപയോഗിച്ച് വിനിയോഗിച്ച് ആഗ്രഹങ്ങൾ നിറവേറ്റണം. ഇങ്ങനെ 3 ഉള്ളൂ. ഈ ത്രിവർഗങ്ങൾ തുടരെ തുടരെ മുളയ്ക്കുന്നതും മുളപ്പിക്കുന്നതുമായ ഗൃഹത്തെ വിട്ട് യതി സേവേത, സന്യസിച്ച് അതൊക്കെ വിട്ടു. ഇനി വിട്ടതിന് ശേഷം രണ്ടാമതും ഗൃഹത്തിലേക്ക് തിരിഞ്ഞു വരിക, സന്യാസം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ ആളെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? യതി സേവേത താൻ ഭിക്ഷുഹു, രണ്ടാമതും ധർമ്മം, അർത്ഥം, കാമം എന്ന് പറയുന്ന 3 പുരുഷാർത്ഥങ്ങളെ സേവിക്കാനായി മടങ്ങി വന്നു എന്നുണ്ടെങ്കിൽ വിട്ടതെന്തിനാ? ഇത് 3 പോരാ, മതി എന്ന് പറഞ്ഞിട്ടാ. മോക്ഷം എന്ന് പറയുന്നത് പരമഭക്തി കൊണ്ടേ കിട്ടുള്ളൂ, ജ്ഞാനം കൊണ്ടേ കിട്ടുള്ളൂ. അപ്പോൾ ആ ജ്ഞാനവും ഭക്തിയും പൂർണ്ണമായി അനുധാവനം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഏകാന്തമായി സഞ്ചരിച്ച് പുറത്തേക്ക് കിടക്കാൻ തീരുമാനിച്ചത്. അത് സ്വീകരിച്ചതിന് ശേഷവും ഈ മുമ്പിലത്തെ പിടിച്ചുവലി കണ്ട് രണ്ടാമത് തിരിച്ചു പോവുകയാണെങ്കിൽ ആ ആളെ പറ്റി പറയണത് ആ ആളെ വാന്താശിയാണെന്ന്, ഛർദ്ദിച്ചത് ഭക്ഷിക്കുന്നവൻ, ആ വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത്. സവൈ വാന്താശ്യപത്രപ, ഒരു ലജ്ജയും ആ മനുഷ്യനില്ല. ഞാൻ എല്ലാം വിട്ടു വന്നവനാണല്ലോ, ഇനി രണ്ടാമതും തിരിച്ചു പോവുക അവിടേക്ക് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിലേറെ മോശമുണ്ടോ ഇനി? അതും നാരദ മഹർഷി വ്യക്തമാക്കി. യഫ് പ്രവ്രജ്യ ഗൃഹാത് പൂർവം ത്രിവർഗാപനാത് പുനഃ യതി സേവേത താൻ ഭിക്ഷു സവൈ വാന്താശ്യഭത്രപഃ യൈഹി സ്വദേഹസ്മൃതോനാത്മാ മർത്യോ വിട്കൃമി ഭസ്മസാത് തയേനം ആത്മസാത് കൃത്വാ ശ്ലാഘയന്തി ഹ്യസത്തമാഃ യൈഹി സ്വദേഹഃ സ്മൃതോ നാത്മാ മർത്യോ വിട്കൃമി ഭസ്മസാത്. ഇത് വലിയ ശക്തിയായിട്ടുള്ള ഭാഷയാണ്. ഈ ദേഹത്തെ എന്താ കണക്കാക്കിയിരുന്നത്? ഇത് വാസ്തവത്തിൽ സ്വദേഹ സ്മൃതോ അനാത്മാ, ആത്മാ എന്നൊന്ന് ശരീരത്തിനെ ഉജ്ജീവിപ്പിക്കുന്നതും ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്നതുമാണ്. ശരീരം ആത്മാവല്ല. ഈ വ്യത്യാസം കണിശമായി അറിഞ്ഞുകൊണ്ടാണ് ആത്മജ്ഞാനം വേണം, ദേഹജ്ഞാനം പോരാ എന്ന് വിചാരിച്ച് സന്യസിക്കുന്നതും തപസ് ചെയ്യുന്നതുമൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ മുൻപ് അനാത്മാവായി കണക്കാക്കിക്കൊണ്ട് വിട്ട് കൃമി ഭസ്മസാത് മർത്യ, അത് മരിക്കാനുള്ളതാണ്, അത് മർത്യമാണ്. മാത്രമല്ല വിട്ട് കൃമി ഭസ്മസാത്, അത് പലതരത്തിലുള്ള കൃമി, പുഴു അവസാനം വെന്ത് വെണ്ണീറാവാനുള്ളതാണ്. അങ്ങനെയുള്ള ഈ ദേഹത്തെ ഒരിക്കൽ അങ്ങ് വിട്ടുകളഞ്ഞതാണ് ആത്മാവിനെ അറിയണം എന്ന് വിചാരിച്ച്. രണ്ടാമതും ഏനം ആത്മസാത്കൃത്വ, മടങ്ങി വരിക സന്യാസത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആദ്യം ശരിയല്ല എന്ന് പറഞ്ഞ് വിട്ടതാ. ആ വിട്ട സാധനത്തിന് പിന്നെയും താൻ ശരീരമാണ്, ദേഹാത്മാവാണ് എന്ന് വിചാരിച്ച് സ്തുതിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്താൽ ശ്ലാഘയന്തി ഹ്യസത്തമാഃ, ഇതിലേറെ ഇനി വിഡ്ഢിത്തം, അജ്ഞാനം, അധപ്പതനം ഉണ്ടോയെന്ന്. യൈ സ്വദേഹസ്മൃതോനാത്മാ മർത്യോ വിട്കൃമി ഭസ്മസാത് തയേനം ആത്മസാത് കൃത്വാ ശ്ലാഘയന്തി ഹ്യസത്തമാഃ. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് 4 വണ്ണം പ്രകൃതി സൃഷ്ടിച്ചതാന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴാണ് ഇത് പിന്നെയും പറയണത്? നിങ്ങളത് നല്ല പോലെ മനസ്സിലാക്കണം. നമ്മളാരും രചിച്ചതല്ല, ആരെയും അതിന് നിങ്ങൾ കുറ്റം പറയരുത്. ബാക്കി 4 ആശ്രമമുണ്ടല്ലോ, അത് നാം ചിട്ടപ്പെടുത്തിയതാണ്. ഗൃഹസ്ഥസ്യ ക്രിയാത്യാഗോ വ്രതത്യാഗോ വടോരപി തപസ്വിനോ ഗ്രാമസേവ ഭിക്ഷോഹോ ഇന്ദ്രിയലോലത. ഈ 4 ആളും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായ ചില വിഷയങ്ങളുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോന്ന് പ്രത്യേക. ഗൃഹസ്ഥസ്യ ക്രിയാത്യാഗോ, ഗൃഹസ്ഥനായി ഇരിക്കുന്നിടത്തോളം കാലം ആ ഗൃഹസ്ഥാശ്രമിക്ക് വിധിച്ചിട്ടുള്ള പ്രവൃത്തികൾ വേണ്ടതുപോലെ ചെയ്യണം. ഒരു കുടുംബനാഥനുണ്ടെങ്കിൽ കുടുംബത്തിൻ്റെ നാഥനായിട്ട് തന്നെ ഇരിക്കണം. ആ കുടുംബാംഗങ്ങളെ വേണ്ടതുപോലെ പരിപാലിക്കണം. വീട്ടമ്മയാണെങ്കിൽ ആ വീടിൻ്റെ അമ്മയായിട്ടിരിക്കണം. അവിടെ എല്ലാ സ്ഥലവും വൃത്തിയും വെടുപ്പുമായിട്ട് വയ്ക്കണം.
മക്കൾക്ക് വേണ്ടതുപോലെ ഭക്ഷണം കൊടുക്കണം, അവരെ വളർത്തി കൊണ്ടുവരണം, അവരുടെ മനസ്സും ബുദ്ധിയും വളരാനുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യണം. അപ്പോൾ അവിടെ മടിക്ക് ആലസ്യത്തിന് ഒരു സ്ഥാനവും ഇല്ല. ഒക്കെ വേണ്ടതുപോലെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കണം. അപ്പോൾ അതുപോലെ ദൈവീകം, പഞ്ചമഹായജ്ഞങ്ങൾ എന്നിങ്ങനെ പല കർമ്മങ്ങളും ഉണ്ട്. ഇതിൽ ഒന്നുപോലും ആ ആൾ വിട്ടുകളയരുത് എന്ന്. അപ്പോൾ ഒരു ഗൃഹസ്ഥൻ തൻ്റെ കർമ്മങ്ങളെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ശരിയല്ല. വ്രതത്യാഗോ വടോരപി, ബ്രഹ്മചാരി ഒരിക്കലും തൻ്റെ ബ്രഹ്മചര്യ വ്രതത്തെയും ഗുരുസേവയെയും വിദ്യാഭ്യാസത്തെയും ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. തപസ്വിനോ ഗ്രാമസേവ, വാനപ്രസ്ഥന്മാരായി നടക്കുന്നുണ്ടല്ലോ, അവർ ഒരിക്കലും ഗ്രാമപ്രദേശങ്ങളിൽ ചെന്ന് കൂടരുതെന്ന്. അവർ വനാന്തരങ്ങളിൽ ജനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു വേണം കഴിയാൻ. ഭിക്ഷോഹോ ഇന്ദ്രിയലോലത, ഭിക്ഷുവായി കഴിയുന്നവരുണ്ടല്ലോ, ഒരിക്കലും ആ ആള് ഐന്ദ്രിയ സുഖങ്ങളിൽ ഒരു ലോലുപനാവരുത്. അപ്പോൾ ഇതൊക്കെയാണ് കോമണായിട്ട് വർജിക്കേണ്ടത്. പല കാര്യങ്ങളും പറഞ്ഞു, അതിൽ തറപ്പിച്ച് പറയുന്ന ചില നിയന്ത്രണങ്ങളാണ്. ഗൃഹസ്ഥസ്യ ക്രിയാത്യാഗോ വ്രതത്യാഗോ വടോരപി തപസ്വിനോ ഗ്രാമസേവ ഭിക്ഷോഹോ ഇന്ദ്രിയലോലത. ഇനി ഈ വക ദൂഷ്യങ്ങൾ എങ്ങനെയെങ്കിലും കടന്നുകൂടി എന്നുണ്ടെങ്കിൽ അവരെ എന്താ പറയുക? ആശ്രമാപസദാഹ്യേതേ ഖല്ലു ആശ്രമ വിഡംബകാഹ ദേവമായ വിമൂഢാംസ്താൻ ഉപേക്ഷേത അനുകമ്പയാ. ഇതെന്തിനാ പറഞ്ഞത്? വിവിധമാണ് ലോകം, മനുഷ്യരാശി, പലതരത്തിലുള്ള പ്രകൃതങ്ങളും ഉണ്ടാവും. ചിലരൊക്കെ സന്യസിക്കും, നല്ല ഉദ്ദേശത്തിലാവും. കുറച്ച് കഴിയുമ്പോൾ സന്യാസം നിലനിർത്താൻ പറ്റിയില്ല എന്ന് വരാം, അതുകൊണ്ട് അവർ മടങ്ങി വന്നു എന്ന് വരും. അതുമാതിരി ഗൃഹസ്ഥൻ ആലസ്യായി എന്ന് വരാം. കുടുംബനാഥൻ കുടുംബത്തെ വേണ്ടതുപോലെ നോക്കിയില്ല എന്ന് വരും. നിങ്ങൾ ആര് ഗൃഹസ്ഥനായാലും ഒന്ന് മനസ്സിലാക്കിക്കോളൂ, എല്ലാവരും അറിയത്തക്ക വിധത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനെ ഭരിക്കാനും പരിപാലിക്കാനും വേണ്ടി പരിശ്രമിക്കണു എന്നൊരു ബോധ്യം എല്ലാവർക്കും വേണം. അല്ലെങ്കിൽ നിങ്ങൾ കുടുംബനാഥനല്ല, അതിൽ യാതൊരു സംശയവുമില്ല. അവരവർക്ക് അവരവരുടേതായ സ്ഥാനങ്ങളുണ്ട്. ആരും ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ നോക്കണ്ട. പൂച്ച കണ്ണടച്ച് പാല് കുടിക്കും, എന്നെ ഒരാളും കാണില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കാണാതെ ഇരിക്കുന്നുണ്ടോ? അപ്പം നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഡ്യൂട്ടിയിൽ ഫെയിൽ ചെയ്താൽ അത് ബാക്കി എല്ലാവരും മനസ്സിലാക്കും. നല്ല പോലെ ശ്രദ്ധിക്കണം. ആശ്രമാപസദാഹ്യേതേ. അപ്പോൾ ഇവിടെ പറയണത് എന്താ? ഈ മുൻപ് പറഞ്ഞ 4 കാര്യം എന്തൊക്കെയാ? അത് ഗൃഹസ്ഥസ്യ ക്രിയാത്യാഗോ, ഗൃഹസ്ഥനായിരുന്ന് ഗൃഹസ്ഥധർമ്മങ്ങൾ പ്രത്യേകിച്ചും അവർക്ക് വിധിച്ചിട്ടുള്ളതായ യജ്ഞങ്ങൾ അത് ചെയ്യാതെ ഇരുന്നാൽ ആ ആളെ ആശ്രമ നികൃഷ്ടൻ എന്നാണ് പറയുക. ആശ്രമാപസദാഹ്യേതേ. ഈ 4 കൂട്ടരും ഒരുപോലെ ആശ്രമ നികൃഷ്ടന്മാരാണ്. ഒരു ഭിക്ഷു ഇന്ദ്രിയലോലുപനായാൽ ആശ്രമ നികൃഷ്ടനാണ്. ഒരു ഗൃഹസ്ഥൻ ക്രിയയെ ത്യജിച്ചാൽ ആശ്രമ നികൃഷ്ടനാണ്. ബ്രഹ്മചാരി വ്രതം വിട്ടാൽ അപ്പോഴും ആശ്രമ നികൃഷ്ടനാണ്. ഒരു തപസ്വി വാനപ്രസ്ഥൻ ഗ്രാമത്തിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരുന്നാൽ അയാളും ആശ്രമ നികൃഷ്ടനാണ്. ആശ്രമാപസദാഹ്യേതേ ഖലു ആശ്രമ വിഡംബകാഹ. അവർക്ക് ഞാൻ ഗൃഹസ്ഥാശ്രമി എന്നൊരു നടനാണത്. ഡ്രാമ അഭിനയിക്കുകയാണല്ലോ എല്ലാം. ഡ്രാമയിൽ അഭിനയിക്കുന്നതൊന്നും അവരല്ല. ഒരാളൊരു സ്ത്രീ വേഷം കെട്ടിയേ ഉള്ളൂ, അയാൾ സ്ത്രീ ആയിട്ടില്ല. അതുപോലെ ഇവർ നടന്മാരാ, വിഡംബകന്മാരാ. ദേവമായ വിമൂഢാൻ താൻ. ഈശ്വരൻ്റെ മായ, ആ മായ പിടിപെട്ടിട്ടാണ് അവരിങ്ങനെ മൂഢബുദ്ധിയോടുകൂടി ഒരു നാണവും ഒരു ലജ്ജയുമില്ലാതെ അവരവരുടെ ശരിയായിട്ടുള്ള ആ കർത്തവ്യം പരിപാലിക്കാതെ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത്. അവരെ എന്തു വേണം? ഉപേക്ഷേത അനുകമ്പയാ. അവരോട് ദയവ് തോന്നി അവരെ ഉപേക്ഷിക്കുക, വെറുക്കരുത്. എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കുക. കുറ്റം പറയാനും പിടിക്കാനും ഒന്നും പോണ്ട, കാര്യം മനസ്സിലാക്കണമെന്ന്. ആശ്രമാപസദാഹ്യേതേ ഖല്ലു ആശ്രമ വിഡംബകാഹ ദേവമായ വിമൂഢാംസ്താൻ ഉപേക്ഷേത അനുകമ്പയാ. എന്താ ഇതിനർത്ഥം? ശാസ്ത്രത്തിന് വലിയ വിലയാണ്. ഒരാൾ സന്യസിക്കുന്നു, സന്യാസത്തിനെ പറ്റിയിട്ടുള്ള വിധിയും സമ്പ്രദായമൊക്കെ പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രത്തിൽ. പക്ഷേ സന്യാസം എന്നുള്ളത് ഒരാളുടെ ഓപ്ഷനാണ്, ഐച്ഛികമാണ് ആ സ്റ്റെപ്പ്, ആ പടി. അതുപോലെ തൻ്റെ ആശ്രമത്തിലുള്ള കൃത്യം താൻ നിർവഹിച്ചില്ല എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിൽ നിന്നും അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചിട്ടില്ല, സാധിക്കില്ല. പൊളി പറയരുത്, പൊളി പറഞ്ഞു.
പൊളി പറഞ്ഞു എന്ന് പറഞ്ഞ് പൊളി പറഞ്ഞതായി കോടതിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് തെളിഞ്ഞാൽ ആ ആൾക്ക് ശിക്ഷ കിട്ടും. അല്ലെങ്കിൽ പൊളി പറയുന്നവരൊക്കെ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ? ശിക്ഷിക്കപ്പെടുന്നില്ല. പിന്നെ എന്താ അതിന്? ശാസ്ത്രത്തിന് അതിൻ്റേതായ പ്രമാണവും സ്വതസിദ്ധമായ ശക്തിയുണ്ട്. അപ്പോൾ ഇവിടെ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് അവർ ചെയ്തത് വലിയ തെറ്റാണെന്ന്. ആ തെറ്റാണെന്നുള്ളതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗം. അതുപോലെ തന്നെ ശരിയും. ഇവിടെ സന്യാസിമാർക്കോ മറ്റുള്ളവർക്കോ ആദരവുണ്ടെങ്കിൽ ആ ആദരവ് നമ്മുടെ സംസ്കാരവും ധർമ്മബോധവും നൽകുന്നതാണ്. അല്ലാണ്ട് ഭരണഘടനയിലോ അസംബ്ലിയിലോ പാർലമെൻറ്റിലോ നിയമമൊന്നും ഇവിടെ പാസ്സാക്കിയിട്ടില്ല. ഞാൻ പലപ്പോഴും പറയും, ഇവിടെ സന്യാസിമാർക്ക് ഒരു തരത്തിലുള്ള പരിഗണനയും നമ്മുടെ സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല. വാസ്തവത്തിൽ അവർ വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, നല്ല സന്യാസിമാർ. പക്ഷേ നമ്മൾ മതനിരപേക്ഷമാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, മിണ്ടാണ്ടിരിക്കുക. എന്നാൽ ശാസ്ത്രം പറയുന്നു ഇതൊക്കെയാണെന്ന്. അപ്പോൾ ആ ശാസ്ത്രം തന്നെ പറയുകയാണ് അവർ എന്തെങ്കിലും ചെയ്താൽ അത് നിഷിദ്ധമാണ്, അവരെ ഉപേക്ഷിച്ചോളൂ അനുകമ്പയോടുകൂടി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനൊരു ക്രിമിനൽ നടപടിയോ ഒരു സിവിൽ നടപടിയോ ഒന്നും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. പക്ഷേ ധാർമ്മികമായിരിക്കുന്ന ഒരു പ്രതികരണം എന്തായിരിക്കണം സമാജത്തിൽ നിന്ന് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പ്രവൃത്തകർമ്മം നിവൃത്തകർമ്മം എന്ന് രണ്ടുണ്ട്. ഇത് വളരെ പ്രധാനമാണ്. വർണ്ണാശ്രമധർമ്മങ്ങളെപ്പോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രവൃത്തികർമ്മം നിവൃത്തികർമ്മം എന്ന് രണ്ടെണ്ണം. പ്രവൃത്തം നിവൃത്തം എന്നും പറയും. ഈ നാരദൻ്റെ ധർമ്മോപദേശത്തിൽ അതും വ്യക്തമാക്കി പറയുന്നുണ്ട്. പ്രവൃത്തം ച നിവൃത്തം ച ദ്വിവിധം കർമ്മ വൈദികം ആവർത്തതേ പ്രവൃത്തേന നിവൃത്തേന അശ്നുതേ അമൃതം. ഈ പ്രവൃത്തി നിവൃത്തി എന്നുള്ള രണ്ട് വാക്കും ഈ മുക്തിസുധാകരം കേൾക്കുന്ന നിങ്ങൾ, അതുപോലെയുള്ള തത്വപ്രവചനങ്ങൾ കേൾക്കുന്നവരെല്ലാവരും തന്നെ ശരിക്കും മനസ്സിലാക്കി വയ്ക്കണം. നമ്മുടെ സംസ്കാരത്തിൻ്റെ കാതലായിട്ടുള്ളൊരു ഭാഗമാണ്. പ്രവൃത്തകർമ്മം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് നമ്മളെങ്ങനെ തുടർന്ന് കൊണ്ടുപോകുന്നതെന്ന്. നിവൃത്തം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ രണ്ടും വൈദികമാണ്, വേദം വിധിച്ചിട്ടുള്ളതാണ്. ആവർത്തതേ പ്രവൃത്തേന. ഇപ്പോൾ വേദത്തിലുള്ള കർമ്മവിധികൾ പലതുമുണ്ട്. സന്ധ്യാവന്ദനാദി നിത്യകർമ്മങ്ങളിൽ നിന്ന് തുടങ്ങി നിത്യനൈമിത്തിക കർമ്മങ്ങളും പലതുമായി, യജ്ഞങ്ങളും യാഗങ്ങളുമായി. അതിൽ വിശ്വസിച്ച് അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ വേദം തന്നെ പറയണു. എന്ത്? ഉപനിഷത്ത് ജംഘന്യമാനാ പരിയന്തി മൂഢാ അന്ധേനൈവ നീയമാന യഥാന്ധാ. അവർ ഈ സംസാരം എന്ന് പറയുന്ന ഈ സ്ഥലമുണ്ടല്ലോ അതിലിങ്ങനെ ഭ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുകളിലേക്ക് പോവും, താഴത്തേക്ക് വരും, പിന്നെയും പോവും, പിന്നെയും വരുന്നു. അപ്പം അത് ആവർത്തക രൂപത്തിലുള്ളതാണ്. ആവർത്തതേ പ്രവൃത്തേന നിവൃത്തേന അശ്നുതേ അമൃതം. നിവൃത്തി കർമ്മം എന്ന് പറയുന്നതാണ് എന്ത്? ഈ സന്യാസം, ബ്രഹ്മവിദ്യ, ശ്രവണം, മനനം, നിധിധ്യാസനം എന്ന് പറയുന്ന ജ്ഞാനനിഷ്ഠ. അപ്പം ആ നിഷ്ഠ അനുസരിച്ചാൽ അമൃത പദവി നമുക്ക് കിട്ടും. അന്തരാത്മാവോട് അലിഞ്ഞു ചേർന്ന് അമൃതം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു. എന്തൊക്കെയാണ് ഈ കർമ്മങ്ങൾ എന്ന് പറയുക? ഹിംസ്രം ദ്രവ്യമയം കാമ്യം അഗ്നിഹോത്രാദ്യശാന്തിദം ദർശശ്ച പൂർണ്ണമാസശ്ച ചാതുർമാസ്യം പശുസുതഃ ഏതദിഷ്ടം പ്രവൃത്താഖ്യം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണുണ്ടോ കൂട്ടരത്? എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്? കർമ്മം എന്നുള്ള പേരിൽ പലതും നടത്തുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വളരെ ശ്ലാഘ്യമാണ്, കേമമാണെന്ന്. കേട്ടോളൂ, ശ്രീമദ് ഭാഗവതം പറയുന്നത് ഹിംസ്രം ദ്രവ്യമയം കാമ്യം അഗ്നിഹോത്രാദി അശാന്തിദം. വാ, ഹിംസ്രം എന്ന് പറഞ്ഞാൽ ഹിംസ അടങ്ങുന്നത്. ഇന്നും ഇപ്പോൾ വടക്കേ ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ പേരും ആരാധനയുടെ പേരും പറഞ്ഞ്, അത് ഉയർന്ന സമുദായക്കാരാണെങ്കിൽ അവർ വലിയ വേദമന്ത്രങ്ങളോട് കൂടിയൊക്കെ ചെയ്യും. അതല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഉയർന്നത് താഴ്ന്നതെന്ന് പറയാൻ പാടില്ല, എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി പറയണമെന്ന് മാത്രം. അപ്പോൾ അവരെന്ത് ചെയ്യും? അത് അവരുടെ ദൃഷ്ടിയിൽ മലയാള മന്ത്രമോ അല്ലെങ്കിൽ പ്രാദേശിക മന്ത്രമോ പറഞ്ഞ് കഴുത്തുവെട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കണം. അങ്ങനെ ഹിംസ ഉള്ളടങ്ങുന്നത് ദ്രവ്യമയം കാമ്യം. അനവധി സാധനങ്ങളും ദ്രവ്യങ്ങളും ഉപയോഗിച്ച് ആശകളെ മുൻനിർത്തി നടത്തുന്നതായ കാമ്യകർമ്മങ്ങൾ. അഗ്നിഹോത്രാദ്യശാന്തിദം, നിത്യം നടത്തുന്ന അഗ്നിഹോത്രം. ആ അഗ്നിഹോത്രാദി അശാന്തിദം, മനസ്സിന് ശാന്തി സമാധാനം അതിനുദ്ദേശിച്ച് ചെയ്യുന്നതല്ല. ദർശശ്ച പൂർണ്ണമാസശ്ച, അമാവാസി ദിവസം
പൗർണമി ദിവസം നടത്തുന്നതായ കർമ്മങ്ങൾ ചാതുർമാസ്യം. ഒരു കൊല്ലത്തിനെ മൂന്നായി പങ്കിട്ടു, 4 മാസം വീതം. ആ 4 മാസത്തിലും ഓരോരിക്കെ നടത്തുന്നതാണ് ചാതുർമാസ്യം. പശു സുതഹ, സോമയാഗം, പശുഹിംസ ചെയ്യുന്ന യാഗം, ഇങ്ങനെയുള്ളത്. ഏതദിഷ്ടം പ്രവൃത്താഖ്യം, ഈ പറയുന്നതാണ് ഇഷ്ടം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടത്. ഇഷ്ടം 2 തരത്തിലുള്ള കർമ്മങ്ങളാണ്, ഇഷ്ടം പൂർത്തം എന്ന്. അതിൽ ആ ഇഷ്ടമാണ് അഗ്നി ഉപയോഗിച്ച് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഇഷ്ടത്തിൽപ്പെടും. ഇതിനാണ് പ്രവൃത്താഖ്യം, പ്രവൃത്തി കർമ്മങ്ങൾ എന്ന് പറയുക. ഹുതം പ്രഹുതമേവച പൂർത്തം സുരാലയാരാമ കൂപാജീവ്യാദിലക്ഷണം. എന്തെല്ലാം ഹോമിക്കുന്നുണ്ടോ, വൈശ്വദേവം ബലിസമർപ്പണം, ക്ഷേത്രം വൈശ്വദേവവും ബലിസമർപ്പണവും, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇഷ്ടത്തിൽപ്പെട്ടത്. ഇനി പൂർത്തം എന്ന് പറയുന്നത് എന്താ? സമാജത്തിന് ഉപയോഗക്ഷമമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം. അതിലെന്തൊക്കെ പെടും? സുരാലയാരാമ കൂപാജീവ്യാദിലക്ഷണം. സുരാലയം എന്ന് പറഞ്ഞാൽ ദേവന് ഒരു വാസസ്ഥാനം ഉണ്ടാക്കുക, അതാണ് ക്ഷേത്രം. ഉദ്യാനം, ഒരു പൊതു ഉദ്യാനമുണ്ടെങ്കിൽ ആ ഉദ്യാനത്തിൽ വൃക്ഷങ്ങളാവാം, ചെടികളാവാം, പൂക്കളാവാം, പലതും ആവാം. അവിടെ മനുഷ്യർ കുറേ നേരം ചെന്ന് ആ പച്ചലയിൽ നിന്ന് വരുന്നതൊക്കെ ശ്വസിച്ചുകൊണ്ട് മനസ്സിനൊരു സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി പോവും. ഇന്നത്തെ പുതിയ രീതിയിൽ പറയുമ്പോൾ പാർക്ക്, അങ്ങനെയുള്ള പാർക്കുകൾ. പിന്നെ പൊതുജനങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി കിണർ കുഴിക്കുന്നത്. സുരാലയാരാമ കൂപാജീവ്യാദിലക്ഷണം, തണ്ണീർ പന്തലുണ്ടാക്കുക, ഇതൊക്കെ പൂർത്തത്തിൽപ്പെട്ടതാണ്. ഏതദിഷ്ടം പ്രവൃത്താഖ്യം ഹുതം പ്രഹുതമേവച പൂർത്തം സുരാലയാരാമ കൂപാജീവ്യാദിലക്ഷണം. ഇനി പറയാൻ പോകുന്നത് വളരെ സൂക്ഷ്മമായിട്ടുള്ള നല്ല സംവേദനശീലത്തോടു കൂടി കേട്ട് ഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ വളരെ അടിസ്ഥാനപരമായതാണ്. നാരദ മഹർഷി നൽകുന്ന ധർമ്മോപദേശമുണ്ടല്ലോ യുധിഷ്ഠിര മഹാരാജാവിന്, അതിൻ്റെ ഏതാണ്ട് അവസാനത്തിലാണത്. 15-ാം അധ്യായത്തിൽ 61-ാമത്തെ ശ്ലോകം 7-ാം സ്കന്ധത്തിൽ പറയുകയാണ്. സ്യാത് സാദൃശ്യഭ്രമസ്താവത് വികൽപ്പേ സതി വസ്തുനഃ ജാഗ്രത്സ്വാപൗ യഥാ സ്വപ്നേ തഥാ വിധി നിഷേധത. ഈ വേദങ്ങൾ കർമ്മകാണ്ഡത്തിൽ മുഴുവൻ വിധിയും നിഷേധവുമായിട്ടുള്ളതാണ്. ഇന്നത് ചെയ്യൂ, ഇന്നത് ചെയ്യരുത് എന്ന് ഉപദേശിക്കുന്നതാണ്. അങ്ങനെ വിധി നിഷേധ രൂപത്തിലുള്ളതായ വേദങ്ങൾ, അതിൽപ്പെട്ടതാണ് ഇഷ്ടാപൂർത്തം, യാഗം, യജ്ഞം, അഗ്നിഹോത്രം, നിത്യനൈമിത്തിക കർമ്മങ്ങൾ, ദർശം, പൗർണമാസ്യം, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. അങ്ങനെയുള്ള വിധി നിഷേധങ്ങളുണ്ടല്ലോ, അതിൻ്റെ പ്രസക്തി എവിടെ വരെയാണെന്നാണ് പറയുന്നത്. സ്യാത് സാദൃശ്യഭ്രമസ്താവത് വികൽപ്പേ സതി വസ്തുനഃ. എത്രത്തോളം കാലം ഇവിടെ വികൽപ്പം നിലനിൽക്കുന്നുവോ എന്ന് മനസ്സിൽ. എന്താണ് ഈ വികൽപ്പം? ആത്മ, അനാത്മ, ഐന്ദ്രിയതലം, ഇതിലധിഷ്ഠിതമാണ് നമ്മുടെ വികൽപ്പം മുഴുവനും. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ലോകത്തിന് നോക്കുമ്പോൾ അത് ശബ്ദസ്പർശ രസരൂപ ഗന്ധങ്ങളായിത്തീരുന്നു. ഇന്ദ്രിയങ്ങളില്ലെങ്കിലോ ഈ ശബ്ദം ഉണ്ടാവില്ല, സ്പർശ രസരൂപ ഗന്ധങ്ങളും ഉണ്ടാവില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ഈ 4ഉം ഉണ്ടാക്കി തീർക്കുന്നത്. നമ്മൾ ഇവിടുന്ന് നോക്കിയിട്ട് സൂര്യൻ അവിടെ ഉണ്ട്, ഉദിച്ചു എന്ന് പറയുന്നു. നമ്മുടെ കണ്ണല്ലേ പറയുന്നത്. കുരുടൻ അത് പറയുമോ? പറയില്ല. ശരീരത്തിൽ സൂര്യരശ്മിയുടെ ചൂടും തട്ടിയില്ല, കണ്ണിൽ പ്രകാശവും തട്ടിയില്ല എന്നുണ്ടെങ്കിൽ എവിടെയാ സൂര്യൻ ഉദിക്കണത്? എവിടെയാ പകൽ? എവിടെയാ രാത്രി? പറയാൻ പറ്റില്ല. അതുമാതിരി ചെകിടന് ശബ്ദം എന്ന് ഒരെണ്ണം ഉണ്ടാവുമോ? നാവില്ലെങ്കിൽ രുചിയുണ്ടോ? മൂക്കില്ലെങ്കിൽ മണമുണ്ടോ? ത്വക്കില്ലെങ്കിൽ സ്പർശമുണ്ടോ? അപ്പം നമ്മുടെ ഇന്ദ്രിയ തലത്തിലുള്ള വൈവിധ്യം മുഴുവനും രചിക്കുന്നത് ആരാ? നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിച്ച ഈ മനസ്സോ വാസ്തവത്തിൽ ചേതനയുടെ സ്ഫുരണമാണ്. അവിടെയാണ് ഈ ഗണന ആത്മാ അനാത്മ എന്നിങ്ങനെ വേർതിരിക്കുന്നത്. ഇതിൽ അധിഷ്ഠിതമാണ് നമ്മുടെ സർവ്വവികല്പവും. ചോദ്യങ്ങളെല്ലാം, ലോകത്തിൽ നമ്മൾ ജനിച്ചു, കുറച്ച് കഴിഞ്ഞാൽ മരിക്കും, മരിച്ചതിന് ശേഷം നമ്മൾ ജീവനാണ്, ആ ജീവൻ ശരീരം വീഴുമ്പോൾ വീണില്ല, അതിന് പുണ്യലോകത്ത് പോകാൻ വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്യൂ. ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ള സംശയങ്ങളും സംശയ നിവാരണ മാർഗങ്ങളുമാണ്. ഇത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ ജാഗ്രസ്വാപൗ യഥാ സ്വപ്നേ. സ്വപ്നത്തിൽ സ്വപ്നം കാണുമ്പോൾ അത് സ്വപ്നമല്ല.
ജാഗ്രത പോലെയാണ്. ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നമ്മൾ ഒന്ന് ഉറങ്ങും, ഒന്ന് സ്വപ്നം കാണും. അങ്ങനെയും സംഭവിക്കാറുണ്ട്. സ്വപ്നത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഉറങ്ങി, എഴുന്നേറ്റു, പോയി, സ്വപ്നം കണ്ടു എന്ന് സ്വപ്നം കാണാം. ആ സ്വപ്നത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ജാഗ്രത സ്വപ്നങ്ങളെപ്പോലെയാണ് ഈ മായാ ഭൂതമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ വിധി നിഷേധങ്ങൾ. ഒരു ഭാഗത്ത് വിധിയും ഒരു ഭാഗത്ത് നിഷേധവും. എന്തിനെക്കുറിച്ചാണ്? സാധാരണ പറയും ഈ കീഴ്ശ്വാസം കൊണ്ട് കയറ് പിരിക്കുകയെന്ന്. ആ കീഴ്ശ്വാസം കൊണ്ട് കയറ് പിരിക്കുന്നത് പോലെയാണ് ഇവിടുത്തെ വിധി നിഷേധങ്ങൾ മുഴുവനും. കേൾക്കുന്നുണ്ടോ? ഇതൊരു കുറച്ച് കടന്നു പോയില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? ഇതാണ് സത്യം. ആ സ്വപ്നത്തിലെ ജാഗ്രതാദ്യ അവസ്ഥകളെ പോലെയാണ് ഇവിടെ എല്ലാം. ഈ വിധിയാകട്ടെ, നിഷേധമാകട്ടെ, ഇഷ്ടമാകട്ടെ, പൂർത്തമാകട്ടെ, ദർശമാകട്ടെ, പൗർണമാസ്യമാകട്ടെ, ആത്മാവാകട്ടെ, അനാത്മാവാകട്ടെ, ഈ വ്യത്യാസങ്ങൾ മുഴുവനും മനുഷ്യൻ്റെ അജ്ഞാനദശയിലും മോഹദശയിലുമാണ്. ഇത് മുഴുവനും നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ അതിനുള്ള വഴി എന്താ? 3 വഴി. അജ്ഞാനദശയിൽ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഉണ്ടല്ലോ, അജ്ഞാനമായിരിക്കാം കാണണം. അത് നീക്കാനുള്ള വഴി എന്താ? ഭാവാദ്വൈതം ക്രിയാദ്വൈതം ദ്രവ്യാദ്വൈതം തഥാത്മനഃ വർത്തയൻ സ്വാനുഭൂത്യേഹ ത്രീൻ സ്വപ്നാൻ ധുനുതേ മുനി. ഞാനിത് എന്താ നിങ്ങളോട് പറയണത്? നമ്മുടെ മുക്തിസുധാകരം പലർക്കും ഇഷ്ടപ്പെട്ടുല്ലോ. ലക്ഷക്കണക്കിന് ആൾക്കാർ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. പലരും പറയണു മലയാളം അറിയുന്ന കേരളീയർക്കും പുറത്തുള്ളവർക്കും എല്ലാവർക്കും തന്നെ ഇതൊരു വിപ്ലവാത്മകമായ മാറ്റമാണ് അവരുടെ മതജീവിതത്തിലും ധർമ്മജീവിതത്തിലും അധ്യാത്മജീവിതത്തിലും ഒക്കെ വരുത്തുന്നത്. അത് കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് നല്ല ഒരു അറിവ്, ഒരു വിവേകം, ഒരു ശാസ്ത്രബോധം ജനിപ്പിക്കണം എന്ന് ഭൂമാനന്ദ സ്വാമിജിക്കുണ്ട്. അതാണ് പറയുന്നത്. ഭാവാദ്വൈതം ക്രിയാദ്വൈതം ദ്രവ്യാദ്വൈതം തഥാത്മനഃ വർത്തയൻ സ്വാനുഭൂത്യേഹ ത്രീൻ സ്വപ്നാൻ ധുനുതേ മുനി. നമ്മളിപ്പോൾ പറയുന്നത് എന്താ? ജാഗ്രത അവസ്ഥ. അത് കഴിഞ്ഞാൽ ഉറങ്ങണു, സുഷുപ്തി, ഉറക്കം. ആ ഉറക്കത്തിൻ്റെ ഇടയിൽ സ്വപ്നം. അതിൽ ഒന്നിനെ മാത്രമേ നമ്മൾ സ്വപ്നം എന്ന് പറയുന്നുള്ളൂ. എന്തിന്? ഈ ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ വന്നു കൂടുന്നതിന്. അത് കഴിഞ്ഞാൽ സ്വപ്നമല്ല, എഴുന്നേറ്റിരിക്കണ കാല. അത് കഴിഞ്ഞാൽ ഉറങ്ങി. എന്നാൽ സത്യത്തിൽ ഇത് 3 സ്വപ്നമാണ്. ജാഗ്രത എന്ന് പറയുന്നതും സുഷുപ്തി എന്ന് പറയുന്നതും സ്വപ്നം എന്ന് പറയുന്നതും സ്വപ്നത്തെ പോലെയാണ്. ഇത് 3 സ്വപ്നമാണെങ്കിൽ സ്വപ്നമല്ലാത്തത് എന്താണെന്നൊരു ചോദ്യം വരും. ആ ചോദ്യത്തിന് മറുപടിയാണ് ഞാൻ എന്ന ആ സ്വപ്നദ്രഷ്ടാവും ജാഗ്രത ദ്രഷ്ടാവും സുഷുപ്തി ദ്രഷ്ടാവും. ഞാൻ ഉറങ്ങി എന്ന് പറയുന്ന ഒരു ഞാനുണ്ടല്ലോ. ആ ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിനെ നിഷേധിച്ചുകൊണ്ടാണല്ലോ സ്വപ്നം വരുന്നത്. സ്വപ്നത്തിന് നിർത്തിക്കൊണ്ടാണല്ലോ പിന്നെ ജാഗ്രത ഉണ്ടാവുന്നത്. ആ ജാഗ്രതനെ മാച്ചു കളഞ്ഞുകൊണ്ടാണല്ലോ ഈ വീണ്ടും സുഷുപ്തി ഉണ്ടാവുന്നത്. അപ്പോൾ ജാഗ്രതനെ മായ്ക്കുമ്പോൾ മാഞ്ഞു പോകാതെ, ഉറക്കത്തിൽ ലയിച്ചു പോകുമ്പോൾ ലയിച്ചു പോകാതെ, ഉറക്കത്തിന് തട്ടിക്കളഞ്ഞ് സ്വപ്നം വരുമ്പോൾ തട്ടിക്കളയപ്പെടാതെ, രണ്ടാമതും ജാഗ്രത വരുമ്പോൾ അതിലും മാറ്റം വരാതെ എല്ലാറ്റിനെയും വരുത്തിക്കൊണ്ടിരിക്കുന്ന സ്വപ്നമല്ലാത്തൊരു സാധനമുണ്ട്. അതാണ് ഞാൻ, ആത്മ. അപ്പോൾ ഈ 3 സ്വപ്നങ്ങളെയും കഴുകിക്കളയാനുള്ള വഴി എന്താ എന്ന് ചോദിച്ചാൽ ഭാവാദ്വൈതം ക്രിയാദ്വൈതം ദ്രവ്യാദ്വൈതം. നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? മനസ്സിലാക്കുമോ? ഗ്രഹിക്കുമോ? മനുഷ്യരോട് പറഞ്ഞു കൊടുക്കുമോ? 3 ഒരു ഭാഗത്ത് വേദങ്ങൾ വിധിച്ചിട്ടുള്ള കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങൾക്ക് പ്രസക്തി അജ്ഞാനദശയിൽ മാത്രമേ ഉള്ളൂ, മോഹദശയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അജ്ഞാനം നീങ്ങാൻ എന്തു വേണം? ജ്ഞാനം തന്നെ വേണം. ഇരുട്ട് നീങ്ങാൻ എന്തു വേണം? വെളിച്ചം വേണം. വെളിച്ചം വേണം. ഇപ്പോൾ സഹിക്ക് വയ്യാത്ത വേദന അനുഭവപ്പെട്ടു. അത് ശരീരത്തിനാവാം, മനസ്സിനുള്ള ആധിയാവാം. ഉടനെ ഡോക്ടർമാരെന്താ ചെയ്യണത്? ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു, അല്ലെങ്കിൽ മരുന്ന് കൊടുത്തു, ആളെ അങ്ങോട്ട് ഉറക്കി. ഇതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ അജ്ഞാനം നീങ്ങണം എന്നുണ്ടെങ്കിൽ എന്തു വേണം? ജ്ഞാനം തന്നെ വേണം.
ആ ജ്ഞാനം അഭ്യസിക്കുന്നത് എങ്ങനെയാ? ഭാവാദ്വൈതം, ക്രിയാദ്വൈതം, ദ്രവ്യാദ്വൈതം എന്ന് പറയുന്ന 3 പദ്ധതി പ്രക്രിയകളാണ്. എന്താണ് ഈ ഭാവാദ്വൈതം എന്ന് പറഞ്ഞാൽ? കാരണഭിന്നമായിട്ട് കാര്യം ഇല്ല. ആലോചിച്ച് നോക്കുക. കാരണം കാര്യം എന്ന് പറഞ്ഞു. എണ്ണ എവിടുന്നാണ് ഉണ്ടായത്? എള്ളിൽ നിന്ന്. അപ്പോൾ എള്ളിൽ നിന്നേ എണ്ണ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് മണൽ ഇട്ട് അരച്ചാൽ എണ്ണ ഉണ്ടാവില്ല. ഉണ്ടാവുമോ? അപ്പോൾ ഈ എള്ളിലുള്ളത് തന്നെയാണ് ഈ എണ്ണ. എള്ളിൽ ആ എണ്ണ ഒരു ചെടിയിൽ വിത്തായി, അതിൻ്റെ ബീജമായി, ഫലമായി ഉണ്ടായി. അപ്പോൾ അതിൽ ബാക്കി ചില ഫൈബറും ഗീബറും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് എണ്ണയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉണക്കി ആ വെള്ളം ഒക്കെ വറ്റിപ്പോയതിന് ശേഷം ചെക്കിലിട്ട് അങ്ങോട്ട് തിരിച്ചാൽ ആ എണ്ണ മാത്രമായിട്ട് വരും. അപ്പോൾ ചെക്കുന്ന എണ്ണ പുറപ്പെടുമ്പോൾ ആ എണ്ണ എള്ളിലുണ്ടായിരുന്നു. എള്ളിലുള്ള എണ്ണ തന്നെയാണ് പുറത്തു വരുന്നത്. അവിടെ ഇല്ലാത്തൊരു സാധനം വരില്ല. അപ്പം കാരണ ഭിന്നമായിട്ടോ കാരണ വ്യതിരിക്തമായിട്ടോ ഒരു കാര്യം ഉണ്ടാവില്ല. കാരണത്തിൻ്റെ പരിണത രൂപമാണ് കാര്യം. ഇത് ഏതുപോലെ? നൂലും വസ്ത്രവും പോലെയാണത്. നൂല് എന്ന് പറയുന്നത് എന്താ? പഞ്ഞുകൊണ്ട് നൂറ്റുണ്ടാക്കുന്നത്. വസ്ത്രം ആ നൂല് കൊണ്ട് നെയ്തുണ്ടാക്കുന്നത്. നൂലിലാകട്ടെ വസ്ത്രത്തിലാകട്ടെ പഞ്ഞല്ലാതെ വല്ലതും ഉണ്ടോ? ഇല്ല. അതുപോലെ കാരണ വ്യതിരിക്തമായി ഭിന്നമായി ഒരു കാര്യമില്ല. ഇതിങ്ങനെ ആലോചിച്ച് നോക്കി കാരണവും കാര്യവും ഒന്ന് തന്നെ എന്നുള്ള ഒരുറപ്പ്. ഇതെവിടെയാണ് ഈ വിചാരം നടക്കുന്നത്? നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബുദ്ധിയിൽ. അപ്പോൾ ബുദ്ധിയിൽ, നമ്മുടെ ഭാവനയിൽ ഈ തത്വം ആലോചിച്ച് ആ തത്വത്തിനുള്ള സ്ഥാനം, അതിനുള്ള മൂല്യം, അതിനുള്ള സ്വാധീനം, അവസാനം മനസ്സ് സമ്മതിക്കാൻ തുടങ്ങും. ശരിയാ, കാരണവ്യതിരിക്തമായി ഒരു കാര്യമില്ല. അപ്പോൾ ഈ കാണുന്നത് മുഴുവനും ഒറ്റ ബ്രഹ്മത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ആ ബ്രഹ്മം ഒറ്റയായാൽ ഈ പ്രപഞ്ചവും ആ ഒന്ന് തന്നെ. ബാക്കിയുള്ളതൊക്കെ ഭ്രമം കൊണ്ടുള്ള തോന്നലാണ്. കൈവല്യ നവനീതം എന്ന് പറഞ്ഞ് ശങ്കുകവി എഴുതിയിട്ടുള്ളതായ ഒരു ഗ്രന്ഥമുണ്ട്. തമിഴിലാണിത് രചിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ അതിൻ്റെ സംസ്കൃത തർജ്ജമയാണ് കണ്ടിട്ടുള്ളത്. അതിലൊരു ശ്ലോകം എൻ്റെ മനസ്സിൽ ഓർമ്മ വരിക. വസ്ത്രതന്തു കിരീട കുണ്ടല നിഷ്ക കാഞ്ചന കുണ്ടിക മൃദ്വദേവ മുദീര്യതാമിഹ ചൈകമേവ ഹി വസ്തുതഃ കാരണാദ്വ്യതിരിക്തമസ്തിന കാര്യവസ്തു കദാചനേ ത്യാത്മമാത്ര വിലോകനം തു അപവാദമാഹുരമുംബുധ. വളരെ നല്ല വൃത്തത്തിൽ പഠിച്ചു. അന്ന് കണ്ടപ്പോൾ പഠിച്ചു, അതിങ്ങനെ മനസ്സിലുണ്ട്. എന്താ അവിടെ പറയണത്? വസ്ത്ര തന്തു കിരീട കുണ്ടല നിഷ്ക കാഞ്ചന. എന്താ പറയണത്? വസ്ത്രം മുഴുവനും തന്തുവാണ്. ആ വസ്ത്രം എന്തുകൊണ്ട് നെയ്തുണ്ടാക്കിയോ ആ നൂലാണ്. കിരീടം, കുണ്ടലം, നിഷ്കം. കിരീടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കുണ്ടലവും അറിയാം. നിഷ്കം എന്ന് പറഞ്ഞാൽ ഒരു കോയിൻ, ഒരു നാണയമാണത്. ഈ 3ഉം സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് മുഴുവനും കാഞ്ചനമാണ്. കുണ്ടിക മൃദ്വദേവ. പഴയ കാലത്ത് ചുമരുണ്ടാക്കുന്നത് മണ്ണുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ ചുമരും മണ്ണാണ്. ഇതേ പ്രകാരം ഉദീര്യതാമിഹ ചൈകമേവ ഹി വസ്തുതഃ. ഈ പഞ്ചഭൂതങ്ങൾ മുഴുവനും, ഭൗതികങ്ങളായ നിർമ്മിതികൾ മുഴുവനും ഉണ്ടായിട്ടുള്ളത് ഒരൊറ്റ മൂലപ്പൊരുളിൽ നിന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആകാശത്തിൻ്റെ ഉള്ളിലാണ് എന്തൊക്കെ കിടന്ന് കളിക്കുന്നത്? പഞ്ചഭൂതങ്ങൾ എന്തൊക്കെയാ? ഖരവസ്തു ഭൂമി, ദ്രവമായിട്ടുള്ളത് ജലം, വാതമായിട്ടുള്ളത് വായു, പിന്നെ അഗ്നിയാണ്, പല വിധത്തിലുള്ള ഊർജങ്ങളാണ്. ഇതെല്ലാം തന്നെ നിലനിൽക്കുന്നത് ശൂന്യാകാശത്തിലാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൂട്ടരെ? ഇതെല്ലാം നിൽക്കുന്നത് ശൂന്യാകാശത്തിലാണ്. അപ്പം ശൂന്യാകാശത്തിൽ നിന്നല്ലേ ഇത് വന്നിരിക്കുന്നത്. അപ്പം ശൂന്യാകാശം ശൂന്യമാണെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ പ്രത്യക്ഷമായി കാണപ്പെട്ട് സ്ഥൂല രൂപത്തിൽ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു? അപ്പം ആ സൂക്ഷ്മമായിരിക്കുന്ന ആകാശം അത് രൂപാന്തരപ്പെട്ടതല്ലേ ഈ സ്ഥൂലം മുഴുവനും. അപ്പം അതിലില്ലാത്തതൊന്നും ഇവിടെ ഉണ്ടാവുമോ? ആലോചിച്ച് നോക്കൂ. കാരണാത് വ്യതിരിക്തമസ്തിന കാര്യവസ്തു കദാചനേ. കദാചന ഒരിക്കലും കാരണാത് വ്യതിരിക്തമസ്തിന കാര്യവസ്തു.
കാരണത്തിൽ നിന്ന് വ്യതിരിക്തം വേറിട്ടിട്ട് ഒരു കാര്യവസ്തു ഒരിക്കലും ഉണ്ടാവില്ല. ഇന്നിങ്ങനെ ആത്മമാത്ര വിലോകനം ഈ ആത്മാവിൻ്റെ പ്രകടനം വിലാസം മാത്രമാണിത്, വേറെ ഒന്നുമില്ല എന്നിങ്ങനെ ഉറപ്പിക്കുന്നതാണ് അപവാദമാർഗം. നേതി എന്ന് പറഞ്ഞ എല്ലാറ്റിനെയും തള്ളി അവസാനം ഈ പരമാത്മാവാണെന്ന് മാത്രം പറയുന്നതുണ്ടല്ലോ, അതാണ് വാസ്തവത്തിൽ ഈ അപവാദമാർഗം. അതാണ് ഇവിടെ പറഞ്ഞത് ഭാവാദ്വൈതം എന്ന് പറയുന്നത്. എന്താ ഇത് ഭാവാദ്വൈതം? ഞാൻ മുമ്പ് പല ഭാഗത്തും പറഞ്ഞു കാണും, ഇപ്പോൾ ഒന്നും കൂടി ആവർത്തിക്കാം. അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ടല്ലേ ഇത് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ പ്രപഞ്ചത്തിനെ കാണുന്നത് എവിടെയാണ്, അനുഭവിക്കുന്നത് എവിടെയാണ്? ഏതെങ്കിലും ഒരനുഭവം തൊലിപ്പുറമേ ഉണ്ടോ നമുക്ക്? ഒരു സാധനമില്ല. അനുഭവം മുഴുവനും ഈ ശരീരം ദ്രവ്യം കൊണ്ടുണ്ടാക്കിയത്, ഊർജം കൊണ്ടുണ്ടാക്കിയ ഈ ശരീരമുണ്ടല്ലോ, ആ ശരീരത്തിനെ താണ്ടിക്കടന്ന് ചേതനാമയമായ മനസ്ഥലത്തിലാണ് അനുഭവം. ആ അനുഭവമാണ് ഈ പ്രപഞ്ചം. അപ്പം മനസ്സിലുള്ള അനുഭവമാണ് ഈ പ്രപഞ്ചം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന പർവ്വതവും സമുദ്രവും സൂര്യനും ചന്ദ്രനും ഗോളങ്ങളുമെല്ലാം വാസ്തവത്തിൽ മനോഗോളങ്ങളല്ലേ, മനോവസ്തുക്കളല്ലേ? സ്ഥൂല വസ്തുക്കൾ എന്ന് നിങ്ങൾ പറഞ്ഞാലും ആ പറയുന്ന വസ്തുക്കൾ മനസ്സിലാണ് ഉദിക്കുന്നതും അസ്തമിക്കുന്നത്. മനസ്സോ അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരു മനസ്സ് കനപ്പെട്ടത് വലുതായിരിക്കുന്ന ഒരു പർവ്വതത്തെ ഇത് ഉണ്ടാക്കുമോ? ഉണ്ടാക്കി നമ്മുടെ ഉള്ളിൽ വച്ചാൽ ശരീരം പൊട്ടിപ്പോവില്ലേ? എന്നാൽ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ടല്ലേ പറയുന്നത്, അതാ അവിടെ ഒരു കൂറ്റൻ പർവ്വതം എന്ന് പറയുന്നുണ്ടല്ലോ. കൂറ്റൻ പർവ്വതം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ് പറയുന്നത്. അപ്പം ആ പർവ്വതാനുഭവം എവിടെയാ? മനസ്സിലാണ്. അതിസൂക്ഷ്മമായ മനസ്സ് ശരീരത്തിൻ്റെ ഉള്ളിൽ കൂറ്റനായിരിക്കുന്ന ഒരു ഗ്രാസ് പർവ്വതത്തിനെ എങ്ങനെ കാണുന്നു, അനുഭവിക്കുന്നു? അപ്പം ഈ സ്ഥൂല പ്രപഞ്ചം മുഴുവൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും പ്രതീതി രൂപത്തിൽ മനസ്സിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ച വസ്തുക്കൾ മുഴുവൻ മനോമയമല്ലേ? ഇങ്ങനെ വിചാരിച്ച് ഭാവന ചെയ്ത് ആ ഭാവനാബലം കൊണ്ട് അദ്വൈതം ഒന്നായി തീരുക, അതാണ് ഭാവാദ്വൈതം. ഇനി ക്രിയാദ്വൈതം എന്ന് പറയുന്നതോ, നാം ചെയ്യുന്ന പ്രവൃത്തികളെ മുഴുവനും, എന്തൊക്കെ പ്രവൃത്തികളാണ് ചെയ്യുക? തനിക്ക് വേണ്ടിയിട്ടുള്ളത്, വീട്ടംഗങ്ങൾക്ക് വേണ്ടി, സമാജത്തിന് വേണ്ടി, ഓഫീസിന് വേണ്ടി, ഇഹലോകത്തിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ പലതും ആവാം. പക്ഷേ ചെയ്യുന്ന കർത്താവ് ഒരുത്തൻ മാത്രമാണ്, വേറെ പലരുമില്ല. അങ്ങനെ എല്ലാം തന്നെ, ക്രിയകളെല്ലാം തന്നെ ഒരേ കർത്താവിൻ്റെ പ്രകടനമാണ്. ആ ക്രിയകളെല്ലാം തന്നെ സർവകർമ്മ സമർപ്പണം വഴി എല്ലാ പ്രവൃത്തികൾ പലതും ആയിക്കോട്ടെ, ചെയ്യുന്നത് മുഴുവനും ഞാൻ സമർപ്പണമായി പരബ്രഹ്മത്തിന് സമർപ്പിക്കുകയാണ്. അപ്പം പരബ്രഹ്മ സമർപ്പണം എന്ന് പറയുന്നത് എല്ലാ പ്രവൃത്തികളെയും അവസാനം ഇത് പരബ്രഹ്മത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ എല്ലാം ഒന്നായിത്തീരും. എന്താ? സമർപ്പണമായതുകൊണ്ട്. ആർക്കാ? പരബ്രഹ്മത്തിനാ. അപ്പം അനവധി എന്നുള്ള നില പോയി. എല്ലാം അനവധി പുഴകൾ ഓടി വന്ന് സമുദ്രത്തിൽ ചേരുമ്പോൾ സമുദ്രമായി തീരുന്നത് പോലെ പരബ്രഹ്മ സമർപ്പണം എന്ന് പറഞ്ഞ ആ ഏകദാനതയുടെ പേരിൽ എല്ലാ പ്രവൃത്തികളും ഒന്നായിത്തീരും. ഈ ദേഹവും ബന്ധുക്കളും അവർക്ക് ഉപയോഗിക്കാനുള്ള വസ്തുക്കളും സാമഗ്രികളും എല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം എങ്ങനെയാണ് ഉണ്ടായത്? ഒരൊറ്റ പരബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് ഈ കാണുന്നത് മുഴുവൻ. അപ്പോൾ ഒരേ പരബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായതാണെങ്കിൽ ഇതിൻ്റെ സ്വഭാവം വാസ്തവത്തിൽ എന്താ? സുവർണാജായമാനസ്യ സുവർണത്വം ച ശാശ്വതം ബ്രഹ്മണോ ജായമാനസ്യ ബ്രഹ്മത്വം ച തഥാ ഭവേത്. അപരോക്ഷാനുഭൂതിയിൽ ശങ്കരാചാര്യർ എഴുതിയിട്ടുള്ള ഒരു ശ്ലോകമാണിത്. സുവർണാജായമാനസ്യ, സ്വർണം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അനവധി പണ്ടങ്ങൾ ഉണ്ടാവാം. ആ പണ്ടങ്ങൾ മുഴുവനും സ്വർണമയമായി നിൽക്കും. അതിൽ ശാശ്വതമാണ് സുവർണത്വം. അതേപോലെ ബ്രഹ്മണോ ജായമാനസ്യ, ബ്രഹ്മത്തിൽ നിന്നുണ്ടായതായ ഈ പ്രപഞ്ചമുണ്ടല്ലോ, അത് മുഴുവനും ബ്രഹ്മത്വം ച തഥാ ഭവേത്. അതിന് ആ ബ്രഹ്മത്വം തന്നെയാണ് അവശേഷിക്കുന്നത്. ഇങ്ങനെ വിചാരിച്ച്
സർവ പ്രവൃത്തികളെയും ഒരേപോലെ ഈശ്വര സമർപ്പണം ആക്കി തീർക്കുക. ഇതാണ് നമുക്ക് ആവശ്യം. അങ്ങനെ ആയാൽ എന്താ ഇവിടെ പറഞ്ഞത്? ഭാവാദ്വൈതം, ക്രിയാദ്വൈതം, ദ്രവ്യാദ്വൈതം. ഭാവാദ്വൈതം, ക്രിയാദ്വൈതം, ദ്രവ്യാദ്വൈതം തഥാത്മനഃ വർത്തയൻ സ്വാനുഭൂത്യേഹ ത്രീൻ സ്വപ്നാൻ ധുനുതേ മുനി. അപ്പോൾ ഒരു മുനി എന്തു വേണം? ഒരു തരത്തിലുള്ള കർമ്മങ്ങളുടെ പിന്നാലെയും പോകരുത്. അദ്ദേഹത്തിന് ചെയ്യാനുള്ളത് തൻ്റെ മനസ്സിലും ബുദ്ധിയിലും അധിഷ്ഠിതമായിരിക്കുന്ന ആ ഒരു കർമ്മം മാത്രമേ വേണ്ടൂ. ശരീരം എന്തു വേണമെങ്കിൽ പ്രവർത്തിക്കട്ടെ, ഇന്ദ്രിയങ്ങൾ എന്തു വേണമെങ്കിൽ പ്രവർത്തിച്ചോട്ടെ. ഈ പ്രപഞ്ചത്തിനെ കാണുന്നത് മുഴുവൻ എൻ്റെ ഭാവനയിലാണ്. എൻ്റെ മനസ്സിൽ എന്ത് വിചാരം വന്നാലും ആ വിചാരം മനോമയമാണ്. ഈ പ്രപഞ്ച ദർശനം, പ്രപഞ്ചാനുഭവവും മനോമയം മാത്രമാണ് എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് അങ്ങോട്ട് വരണം. ഇതാണ് നമുക്ക് ആവശ്യം. അതുമാതിരി ക്രിയകളുടെ വ്യത്യാസം മുഴുവൻ മനസ്സിൽ പോയി സമർപ്പണ രൂപത്തിൽ ചെയ്യുക. പ്രപഞ്ചം രൂപപ്പെട്ടത് ബ്രഹ്മത്തിൽ നിന്നായതുകൊണ്ട് അത് ബ്രഹ്മമയമാണ് എന്നുള്ളൊരു തോന്നൽ. ഈ 3 രൂപത്തിലാണ് നാം അതിനെ വേണ്ടതുപോലെ ശരിപ്പെടുത്തിയെടുക്കേണ്ടത്. അല്ലാതെ വിവിധ കർമ്മങ്ങളും വിധിനിഷേധങ്ങളും കൊണ്ടല്ല. അപ്പം ശ്രീമദ് ഭാഗവതം ഉദ്ഘോഷിക്കുന്നത് എന്താ? ഒരു ഭാഗത്ത് വേദങ്ങൾ, വേദവിധികൾ, ഇഷ്ടാപൂർത്തങ്ങളൊക്കെ ഉണ്ട്. ശ്രീമദ് ഭാഗവതം പറയുന്നത് നിങ്ങൾക്ക് എല്ലാം കൂടി നോക്കാനുള്ളത് നിങ്ങളുടെ മനസ്സിലും ബുദ്ധിയിലുമാണ്. നമ്മുടെ ഭാവനയിലും ലക്ഷ്യത്തിലും മൂല്യത്തിലുമുള്ള മാറ്റങ്ങൾ തന്മൂലം വേണം നേടാനുള്ളതൊക്കെ നേടാൻ. ഒക്കെ കർത്താവിൻ്റെ പ്രകടനങ്ങളാണ് കർമ്മങ്ങൾ. നിങ്ങൾ ആരെ ഉദ്ദേശിച്ച് ചെയ്താലും ഈ കർത്താവിൻ്റെ പ്രകടനം എന്ന് പറഞ്ഞാൽ കർത്തൃഭാവം എവിടെയാണ്? നമ്മുടെ ഉള്ളിലാണ്. അപ്പോൾ ആ ഉള്ളിൽ നോക്കി എല്ലാം ഒരുപോലെ ആക്കി തീർക്കണം. ഇങ്ങനെയുള്ള ഒരു മനസ്ഥിതി വന്നാലോ ബ്രാഹ്മണൻ ചെയ്യുന്ന യജ്ഞയാഗങ്ങളും ക്ഷത്രിയൻ ചെയ്യുന്ന യുദ്ധവും വൈശ്യൻ ചെയ്യുന്ന കൃഷിയും കച്ചവടവും ശൂദ്രൻ ചെയ്യുന്ന വിവിധ സേവനങ്ങളും എല്ലാം ഒന്നായിത്തീരുന്നു. ഞാനിത് പറയുന്നത് നിങ്ങൾ കേട്ട് ഗ്രഹിക്കുന്നുണ്ടോ പ്രേക്ഷകരെ? എവിടെ പോയി? കാഴ്ചയിലെ ബ്രാഹ്മണൻ തപസ് ചെയ്യുന്നവനാണ്, ക്ഷത്രിയനോ പൊരിഞ്ഞ പോര് ചെയ്യുന്നവനാണ്. കൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശിച്ചത് രഥത്തിൽ നിന്നുകൊണ്ടാണ്. അർജുനന് ഇരിക്കുക വയ്യാതെ, നിൽക്കാൻ വയ്യ. 18 ദിവസത്തെ യുദ്ധമാണ് നടക്കാനുള്ളത്. ആ യുദ്ധത്തിനെ ശ്രീകൃഷ്ണൻ്റെ ഉപദേശം എങ്ങനെയാക്കി തീർത്തു? ഒരു പരബ്രഹ്മ യജ്ഞമാക്കി തീർത്തു. അതിന് ഒരു ബ്രാഹ്മണന് തപസ് ചെയ്താൽ എന്ത് ഫലം കിട്ടുമോ അതേ ഫലമാണ് പടക്കളത്തിലുള്ള അർജുനന് 18 ദിവസത്തെ പടം കൊണ്ട് കിട്ടിയത്. അപ്പോൾ എല്ലാ കർമ്മങ്ങളെയും ഒരുപോലെ ദിവ്യമാക്കാൻ, പവിത്രമാക്കാൻ, സാഫല്യകരമാക്കാൻ നമ്മുടെ മനസ്സും ബുദ്ധിയും വിചാരിച്ചാൽ സാധിക്കും. ഇത് വലിയ ഒരു സീക്രറ്റാണ് കൂട്ടരെ, വലിയ ഒരു രഹസ്യ. ഇത് ആരാത് മനസ്സിലാക്കുക? ഉപനിഷത്ത് വിദ്യയാണ് ഉപദേശിച്ചത്. എന്തിനു വേണ്ടി? തസ്മാത് യുദ്ധസ്വ ഭാരത. അതുകൊണ്ട് യുദ്ധം ചെയ്യൂ, യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉപദേശം കൊടുത്തതോ ആത്മോപദേശമാണ്. അതാണ് ഞാൻ പറയണത്. ബ്രാഹ്മണൻ്റെ യജ്ഞയാഗങ്ങളും ക്ഷത്രിയൻ്റെ യുദ്ധവും അത് തന്മൂലം വരുന്ന മരണം, വധങ്ങളും, വൈശ്യൻ ചെയ്യുന്നതായ കൃഷി കച്ചവടം എങ്ങനെയുള്ളതും ശൂദ്രൻ്റെ സേവനങ്ങളുമെല്ലാം ഒരുപോലെ ആയിത്തീരും. വ്യത്യാസങ്ങളൊക്കെ പോവും. ഇതെല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് ഈ വർണ്ണാശ്രമധർമ്മത്തെക്കുറിച്ച് പരിസമാപനമായി എന്താണ് നമ്മളിതിൽ നിന്ന് ഗ്രഹിക്കേണ്ടത്, ചെയ്യേണ്ടത് എന്നൊരു കാര്യം കുറേയൊക്കെ ഞാൻ പറഞ്ഞതാണ്. അതൊന്നും കൂടി സംക്ഷിപ്തമായി പറയാം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ നിൽക്കാൻ വേണ്ടി. എന്താ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്? മനുഷ്യരാശി. ഈ മനുഷ്യരാശിയിൽ മാത്രമല്ല എല്ലാ ജീവരാശിയിലും കല്ലിലും കൂടി 4 വർണ്ണം ഉണ്ടെന്ന് പറയും. മരങ്ങളും കൂടി അങ്ങനെയാണെന്ന്. എല്ലാ മരവും ഒരുപോലെയല്ല. ചില മരത്തിന് സ്ഥായിയായിട്ടുള്ള ശക്തിയും ഗുണങ്ങളും ഒക്കെ ഉണ്ടാവും. നല്ല നല്ല മരങ്ങൾ, തേക്കിനൊരു വിശേഷമുണ്ട്, മേഹഗണിക്കൊരു വിശേഷമുണ്ട്, വീട്ടിക്ക് വേറെ ഒരു വിശേഷമുണ്ട്, ഇരുമുള്ളിനൊരു വിശേഷം കാണും. പലതരത്തിലാണല്ലോ. അപ്പോൾ ഈ വ്യത്യാസം എന്ന് പറയുന്നത് അത് നിങ്ങൾ ഒരു എന്താ ഞാൻ പറയുക, ഒരു അനാവശ്യമായിട്ടുള്ള വിഭജനമായിട്ട് കാണരുത്. നമ്മുടെ ശരീരത്തിലുള്ള തലയും കാലും വയറും മാറും തൊടയും ഒക്കെ പോലെ വേണം കാണാൻ. ആ വ്യത്യാസബുദ്ധി ഇല്ലാതെ നോക്കൂ. പ്രകൃതി രചിച്ച് നിലനിർത്തുന്നതാണ് നരസമാജത്തിലുള്ള ഈ കൂട്ടായ്മയ്ക്ക് കാരണമായ 4 വർണ്ണങ്ങൾ. അവിടെ പ്രകൃതിയാണ്, നമുക്ക് യാതൊരു സ്ഥാനവുമില്ല. ആ 4 വർണ്ണങ്ങളിലൂടെ പ്രകടമാകുന്നതാണ് കർമ്മവാസനകൾ. ആ കർമ്മവാസനകൾ പുറത്ത് അതിൻ്റെ പരിണത ഫലം ഉണ്ടാക്കി തീർക്കുന്നു. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം
ശാന്തപ്രകൃതമാണ്, തപസ് ഇഷ്ടപ്പെടും, ഈശ്വരകാര്യങ്ങളാണ് താല്പര്യം, തത്വകഥനങ്ങളൊക്കെ കേൾക്കാൻ വലിയ താല്പര്യമാണ്. അങ്ങനെയുള്ള കൂട്ടർ ഉണ്ടെങ്കിൽ തീർച്ചയാക്കിക്കോളൂ, അവർക്ക് ബ്രാഹ്മണ സ്വഭാവമാണ്. നേരെ മറിച്ച് അടിക്കാനും ഇടിക്കാനും മല്ലയുദ്ധത്തിനൊക്കെ പോകുന്നവരാണെങ്കിൽ അവരുടെ പ്രകൃതം ഒന്ന് വേറെയാണ്. എനിക്ക് ഉദ്യോഗമൊന്നും വേണ്ട, ഞാൻ കച്ചവടം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനാ പോണേ എന്ന് പറയുന്നവർ ചിലരുണ്ടാവും. എനിക്കിതൊന്നും പറ്റില്ല, ബിസിനസ്സുകാരും വെറിയൊന്നും പറ്റില്ല, ഞാൻ അസലായിട്ട് ജോലി ചെയ്യാം, കോർപ്പറേറ്റ് ഒഫീഷ്യലായിട്ടിരിക്കാം എന്ന് പറയുന്നവരുണ്ടാവും. IAS പോകുന്ന പല ആൾക്കാർ, ഭരണകർത്താക്കളുണ്ട്. ഇവരൊക്കെ ഓരോ തരക്കാരാണ്. അപ്പോൾ ഇതെന്താ? പുറത്തുള്ള ആ കർമ്മവാസന പുറത്തു വരുമ്പോഴാണ് ഓരോ തരത്തിലുള്ള കർമ്മങ്ങളാവുന്നത്. സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഈ ബഹുത്വം ബാഹ്യമായിട്ട് മാത്രമേ ഉള്ളൂ, ആന്തരമായിട്ട് ഒരു ബഹുത്വമില്ല. എല്ലാവരുടെ ഉള്ളിലും മനസ്സ് തൊടുക്കുന്നതാണ് ഈ പ്രേരണകൾ. ആ മനോമേഖലയിൽ എല്ലാവർക്കും മനസ്സാണ്. ഒരേ മനസ്സിൽ നിന്നാണല്ലോ നല്ല ചിന്തയും ചീത്ത ചിന്തയും ഉണ്ടാവുന്നത്. നല്ലതും ചീത്തയും അങ്ങനെ പിരിഞ്ഞു പോയാൽ വലിയ കാര്യമാണ്. ഒരു മരം നോക്കൂ, അത് മുളച്ചങ്ങോട്ട് വന്നു, കുറച്ച് പൊന്തുമ്പോഴേക്കും രണ്ടായിട്ട് അങ്ങോട്ട് പിരിഞ്ഞു, എന്നിട്ട് അങ്ങോട്ട് വളർന്നു. പക്ഷേ തുടക്കത്തിൽ അത് ഒരു തടിയാണ്, ആ ഒരു തടിയാണ് രണ്ടാവണത്. അതുപോലെ നമ്മുടെ ഒരു മനസ്സാണ് പലതരത്തിലുള്ള വാസനാബലങ്ങളും കർമ്മവിശേഷങ്ങളും സൃഷ്ടിക്കുന്നത്. അങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് എന്താ നമ്മുടെ കയ്യിലുള്ളത്? ഇവിടെ പറഞ്ഞ മാതിരി കർമാദ്വൈതം, ഭാവാദ്വൈതം, ദ്രവ്യാദ്വൈതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സമ്പ്രദായത്തിലൂടെ നമുക്കിതെല്ലാം ഒരേപോലെ ശുദ്ധമാക്കിയെടുത്ത് സാഫല്യം നേടിയെടുക്കാൻ പറ്റും. ഇതെല്ലാം മായയാണ്, നിസ്സാരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തു തന്നെ ഉണ്ടെങ്കിലും നമ്മൾ തപസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ തപസ്സൊക്കെ എവിടെയാണ്, എപ്പോഴാണ് ആവശ്യം? ആരാണ് ശുദ്ധീകരണത്തിന് പുറപ്പെടുക? താൻ അശുദ്ധനാണെന്നുള്ള തോന്നലുള്ളവൻ. വാസ്തവത്തിൽ നാം അശുദ്ധരാണോ? അല്ല. അപ്പോൾ ഇതൊക്കെ തോന്നുന്നത് ഒരു മായയും ഒരു ഭ്രമവുമാണ്. നമ്മൾ നിലനിൽക്കുന്നത് ഭൂമിയിലാണല്ലോ. ആ ഭൂസ്പർശത്തോടു കൂടി ഇവിടെ നടക്കുന്നതും ഇരിക്കുന്നതും നമ്മുടെ കാലും ശരീരത്തിൻ്റെ ഭാഗവുമാണ്. ആ ബാഹ്യക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ബാഹ്യമേഖലയിൽ മാത്രമേ നമുക്ക് ഇത്ര വലിയ ഒരു വൈവിധ്യമുള്ളൂ, വെറൈറ്റി ഉള്ളൂ. ഈ വെറൈറ്റി മുഴുവനും നമ്മുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ കൺവെർജ് ചെയ്ത് പോകുമ്പോൾ ഈ വൈവിധ്യം എവിടെ നിന്നുണ്ടായോ അവിടേക്ക് മടങ്ങി പോവുക. അത് കുറേശ്ശെ ആയിട്ട് എല്ലാം ഇല്ലാതെയാവും. ഏതുപോലെ പകൽ മുഴുവൻ നാം പല വസ്തുക്കളോടുകൂടി സമ്പർക്കം നടത്തിയാലും വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ ഇത് മുഴുവനും പോയി നാം ഒറ്റയായിട്ട് കിടന്നുറങ്ങണം. നമ്മുടെ മനസ്സാണ് ഉണർന്നത്, ആ മനസ്സ് തന്നെയാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ആ മനസ്സിനെ മണിക്കൂറുകളോളം പിടിച്ചു നിർത്തിയ വൈവിധ്യം എങ്ങനെയാണ് അതിൽ നിന്ന് ഒഴിവായി ഉറക്കത്തിൽ ശാന്തമായി മനസ്സ് കിടന്നുറങ്ങിയത്? അപ്പം നമ്മുടെ ഉള്ളിൽ ഈ വ്യത്യാസങ്ങൾ എങ്ങനെ പുറപ്പെടുന്നുവോ അതേമാതിരി ഈ വ്യത്യാസങ്ങളെ തുടച്ചു മാറ്റാനുള്ള ശക്തിയും സാധ്യതയുമുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കുമോ? ഇങ്ങനെ തുടച്ചു കളയാനാണ് നമുക്ക് ഒരു ഈശ്വരൻ, ഒരു ഭക്തി, അനന്യമായ ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാഹ്യമായിരിക്കുന്ന സ്വാധീനങ്ങളും ആ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതായ ഉദ്വേഗങ്ങളും ഒക്കെ വിട്ട് മനുഷ്യൻ്റെ ആവശ്യം എന്താ? സ്വച്ഛനും തൃപ്തനും സാഫല്യം അനുഭവിക്കുന്നവനാകണം. ആ സാഫല്യം നമ്മുടെ ഉള്ളിലാണ്, പുറത്തല്ല. അത് അനുഭവിക്കാനായി ഈ വൈവിധ്യത്തിൻ്റെ ആവശ്യമില്ല. സുഖമായിട്ട് കിടന്നുറങ്ങാൻ എന്താ നമ്മളെ സഹായിക്കേണ്ടത്? ഒരാവശ്യമില്ല. എല്ലാറ്റിനെയും മറന്ന് കിടന്നുറങ്ങാൻ ഒന്നിൻ്റെയും സഹായം നമുക്ക് വേണ്ട. അപ്പം നമ്മുടെ ഉള്ളിലാണ് ഈ പ്രക്രിയ മുഴുവൻ നടക്കുന്നത്. ആ ലക്ഷ്യം, പ്രാപ്യസ്ഥാനം നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. നമുക്ക് പുറത്തുനിന്ന് ഒന്നും കിട്ടാനില്ല. നമ്മൾക്ക് അടയാനുള്ളത് മുഴുവൻ ഉള്ളിലാണ്. പദം ഗച്ഛന്തി അനാമയം, പദം ഗച്ഛന്തി അനാമയം എന്നാ കൃഷ്ണൻ പറയുന്നത്. മത് കർമ്മകൃത് മത് പരമഃ മത് ഭക്തഃ സംഘവർജിത നിർവൈര സർവഭൂതേഷു യസ്സമാമേതി പാണ്ഡവ മത് പ്രസാദാത് അവാപ്നോതി ശാശ്വതം പദമവ്യയം. ഇത് ഗീതയിലെ അവസാന ഭാഗങ്ങളിലായി നൽകുന്ന പ്രഖ്യാപനങ്ങളാണ്. അവിടെ എന്താ പറയുന്നത്? പദം ഗച്ഛന്തി അനാമയം. അനാമയം എന്ന് വെച്ചാൽ ആമയം, ഒരു വിധത്തിലുള്ള ഉപദ്രവമോ അസുഖമോ ഇല്ലാത്തതായ ആ പദം ഉള്ളിലാണ് കിട്ടുക. നിർമാനമോഹാജിത സംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്തകാമാഃ ദ്വന്ദ്വൈർവിമുക്താഃ സുഖദുഃഖ സംജ്ഞൈഃ ഗച്ഛന്തി അമൂഢാഃ പദമവ്യയം തത്. 15-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുക, മാനവും മോഹവും ഒക്കെ വിട്ട്
ദ്വന്ദ്വം എന്ന് പറയുന്ന ആ സാധനത്തിലൂടെയാണത്രേ അവസാനം ഈ പദം ഉള്ളിൽ കിട്ടുന്നത്. അമൂഢാഹ, നമ്മുടെ മൂഢത്വമെല്ലാം പോയി, മോഹം പോയി ഉള്ളിൽ കിട്ടുന്നു. അപ്പം നിങ്ങളുടെ പ്രാപ്യസ്ഥാനം, നിങ്ങളുടെ ലക്ഷ്യം ഉള്ളിലാണെന്നുള്ളത് നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. കിടന്നുറങ്ങുന്നത് എങ്ങനെ ഉള്ളിലോ അതേപോലെയാണ് ബാക്കിയെല്ലാം. ഉണർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും പല സമ്പർക്കങ്ങളും ബാഹ്യമേഖലയിലുണ്ടാവും. കിടന്നുറങ്ങുന്ന സമയത്ത് വീട്ടംഗങ്ങളെല്ലാം ഒറ്റയ്ക്കായി എല്ലാവരും അവരവരുടെ റൂമിലേക്കും അവരവരുടെ കോസരിക്കും പോയി കിടന്നങ്ങോട്ട് ഉറങ്ങി. ഒരാളുടെ സഹായം വേണ്ട. അതുപോലെ നമ്മുടെ ലക്ഷ്യം ഉള്ളിലാണ്. ഈ ഉൾ ലക്ഷ്യം അത് കൈക്കലാക്കാൻ, അത് നേടാൻ ഒരൊറ്റ ആൾക്കും അവകാശം വിലക്കപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും തുല്യാവസരമാണ്, തുല്യാവകാശമാണ്. അതിനുള്ള ശക്തി നമുക്കുണ്ട്, സാധ്യതയുണ്ട്. അതിനുള്ള വിവേകവും വിശേഷ ബുദ്ധിയും വളർത്തിയെടുക്കണം. അതിനാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ. അത് നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. ഇത് ബ്രാഹ്മണനെ പറ്റുള്ളൂ, ക്ഷത്രിയന് പറ്റില്ല. ക്ഷത്രിയനെ പറ്റുള്ളൂ, വൈശ്യന് സാധിക്കില്ല. വൈശ്യനെ പറ്റുള്ളൂ, ശൂദ്രന് പറ്റില്ല. ഇതൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ഈ പ്രപഞ്ചത്തിലെ സമാജത്തിനെ ഒരു കൂട്ടായ്മയായി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കർമ്മവ്യത്യാസങ്ങൾ മാത്രമാണ്. ഓരോ വ്യക്തിയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സമ്പാദിക്കേണ്ടതാണ് ഉറക്കം എന്നതുപോലെ ശാന്തിയും സമാധാനവും തൃപ്തിയും സാഫല്യവും. അത് കിട്ടേണ്ടത് ഉള്ളിൽ നിന്നാണ്. അതുകൊണ്ട് എന്തു വേണം? ഉള്ളിലേക്ക് നോക്കി ഉള്ളിൽ നിന്ന് നമുക്കത് കടഞ്ഞെടുക്കണം. അതിനുള്ള അവകാശം എല്ലാവർക്കും സമമാണ്. അതിനുള്ള സ്വാതന്ത്ര്യം സമമാണ്. അപ്പോൾ സമാവകാശവും സമസ്വാതന്ത്ര്യവും സമസാധ്യതയുമാണ് ഈ വർണ്ണവ്യത്യാസങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്.